തുറന്ന് പരിശോധിക്കേണ്ടി വരും. ജനങ്ങൾ വർത്തമാനം പറയേണ്ടി വരും. അല്ലാതെ പാർട്ടിക്കുള്ളിൽ മാത്രം ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ള കാര്യങ്ങളല്ല. നമുക്കൊരു ചെവി വേണം കേട്ടാ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കണേ എന്നുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ അനുഭാവത്തിലൊരു ഭാഗം വോട്ട് ചെയ്തില്ലല്ലോ, എതിരായിട്ട് വോട്ട് ചെയ്തല്ലോ. എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു? അത് മനസ്സിലാക്കി തിരുത്താൻ വേണ്ടത്. എവിടെയെല്ലാം തിരുത്തണം, എന്തെല്ലാം തിരുത്തണം? ഒരു ഭരണവിരുദ്ധ വികാരവുമില്ല ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞെടുത്ത് അവസാനിക്കുന്നതേയില്ല ഇടതുപക്ഷത്തിനകത്ത് നിന്നുയരുന്ന പുകച്ചിലുകൾ. മുന്നണിയെ തോൽപ്പിച്ചത് പിണറായിയുടെ ധാർഷ്ട്യമെന്ന് CPI കുറ്റപ്പെടുത്തുന്നത് ജില്ലാ കൗൺസിലുകളിലാണ്. സർക്കാർ നടത്തിയത്, CPM നടത്തിയത് അതിരുവിട്ട മുസ്ലിം പ്രീണനമെന്ന് SNDP അടക്കം ആഞ്ഞടിക്കുമ്പോൾ അത് പുച്ഛിച്ച് തള്ളേണ്ട CPM-ന് പക്ഷേ ആദ്യം പ്രതിരോധിക്കേണ്ടി വരുന്നത് ഇതേ ആരോപണം ഉന്നയിച്ച CPI-യുടെ വിമർശനത്തെയാണ്. രാജ്യസഭാ സീറ്റ് മുതൽ ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയം വരെ ന്യൂനപക്ഷ പ്രീണനം നടത്തിയപ്പോൾ ഈഴവരും പിന്നാക്ക വിഭാഗങ്ങളും CPM-ൽ നിന്ന് അകന്നുവെന്ന് വെള്ളാപ്പള്ളി പറയുന്നു. അതൊറ്റപ്പെട്ട പറച്ചിലാകുന്നുമില്ല. എക്കാലവും പാർട്ടിക്കൊപ്പം നിന്ന ആ പിന്നാക്ക വിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നുപോയെന്നും പാർട്ടി തിരുത്താൻ തയ്യാറാകണമെന്നും പറയുന്നത് തോമസ് ഐസക്കിനെ പോലെ മുതിർന്ന CPM നേതാവ് കൂടിയാണ്. പാളയത്തിനുള്ളിൽ ഇനി നടക്കുക പടയാണോ പൊട്ടിത്തെറിയാണോ? ആരെയാണ് തിരുത്തുക? ഇടതിനെ പരാജയപ്പെടുത്തിയത് പ്രീണനം തന്നെയോ? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. പാനലിസ്റ്റുകളായി ചേരുന്നു MES ഭാരവാഹിയും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ ഫസൽ ഗഫൂർ, മുസ്ലിം ലീഗ് നേതാവ് ഷാഫി ചാലിയം, രാഷ്ട്രീയ നിരീക്ഷകൻ N ശ്രീകുമാർക്കൊപ്പം ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ. ആദ്യം ഡോക്ടർ ഫസൽ ഗഫൂർ, ഇടതുപക്ഷം എടുത്തു പറഞ്ഞാൽ CPM അതിരുവിട്ട മുസ്ലിം പ്രീണനം നടത്തി. രാജ്യസഭാ സീറ്റ് തൊട്ട് ഇങ്ങോട്ട് ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയം വരെ ആ പ്രീണനം തുടർന്നു. അങ്ങനെ ഈഴവ വിഭാഗങ്ങളടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങളെല്ലാം പാർട്ടിയിൽ നിന്ന് അകന്നു. രാഷ്ട്രീയ യോഗങ്ങളൊക്കെ മതയോഗങ്ങളാക്കി മാറ്റി. ഈ വിമർശിക്കുന്നത് എല്ലാം CPI ആണ്. അതിരുവിട്ട പ്രീണനത്തിൽ ഇടതുപക്ഷത്തിന് പൊള്ളിയിട്ടുണ്ട് എന്ന് CPI തന്നെ പറയുമ്പോൾ വിമർശനം വരുന്നത് അകത്തു നിന്നാണ്. അതെങ്ങനെയാണ് കാണുക? അതിൽ കാര്യമൊന്നുമില്ല. എന്താ കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് മന്ത്രിസഭ എടുത്തു നോക്കാം. മന്ത്രിസഭയിൽ 1.5 മന്ത്രിയാ, അതായത് അരമന്ത്രി അബ്ദുറഹ്മാൻ, സ്പോർട്സ് മാത്രം പന്ത് കളിച്ചുകൊണ്ടിരിക്കുക, അത്ര തന്നെ. പിന്നെ മന്ത്രിയുള്ളത് മുഹമ്മദ് റിയാസാണ്. അപ്പം മന്ത്രിസഭയിൽ 10-20 മന്ത്രിമാരുണ്ടാകുമ്പോൾ എത്ര മന്ത്രിയുണ്ട് മുസ്ലിമും? അതില്ല. അപ്പോൾ അത് പോയി. MLA-മാരുടെ എണ്ണം നോക്കിക്കോ, അവിടെയും കൂടുതൽ. ജനസംഖ്യ ആനുപാതികമാണോ അല്ലെന്നുള്ള നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അതിനാണ് നമ്മൾ പ്രീണനം എന്ന് പറഞ്ഞത്. പിന്നെ ആകെ വന്നിരിക്കുന്നത് രാജ്യസഭ. അപ്പോൾ രാജ്യസഭയിൽ 5 വന്നു എന്നുള്ളതാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകസഭയിലോ ആ കണക്കിൽ ലോകസഭയിൽ 27% സമുദായത്തിന് എത്ര പേര് വേണം? 5-6 ഇടയിലുണ്ട്. അതിന് പകരമായിട്ട് 3 പേരല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു പ്രീണനം നടന്നിട്ടില്ല. പിന്നെ പ്രീണനം നടന്നു എന്നൊരു തോന്നൽ വരാനുള്ള കാരണം കൂടെ ഞാൻ പറഞ്ഞേക്കാം. അത് കുറച്ചൊരു അതിര കഴിഞ്ഞൊരു ഉത്സാഹത്തോട് കൂടിയിട്ട് ഈ CAA സമരവും പലസ്തീൻ സമരവും ഏറ്റെടുത്തല്ലോ. അതിൽ ആ സമയത്താണ് പ്രീണനം എന്നുള്ളത് വാക്ക് തോന്നി തുടങ്ങാൻ കാരണം. അതിൽ കാര്യമില്ല. കാരണം ഇടതുപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം CPM അല്ല, ഇടത് പ്രസ്ഥാനങ്ങൾ സ്റ്റാലിൻ്റെ കാലഘട്ടം തൊട്ട് തന്നെ ഈ പലസ്തീൻ വിഷയത്തിൽ അവർക്ക് ഒരേ സ്റ്റാൻഡ്, ആ സ്റ്റാൻഡ് അനുസരിച്ചിട്ട് തന്നെ അവർ നിന്നിട്ടുള്ളൂ. CAA വിഷയത്തിലും കോൺഗ്രസും ബാക്കിയുള്ള എല്ലാ RJD-യും JDU ഒക്കെ എടുത്തിട്ടുള്ള സ്റ്റാൻഡ് തന്നെയാണ് ഇവർ CPM എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനൊരു പ്രീണനം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ കൂടി ഇനി അപ്പുറത്തുള്ള വശം കൂടെ പറയണമല്ലോ. അനാവശ്യമായിട്ട് ഈ മത സംഘടനകളുടെ കാര്യങ്ങളിലൊക്കെ പോയി ഇടപെടുക, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മനസ്സിലായി? ഇപ്പോൾ സമസ്തനെ കയ്യിലെടുക്കാനോ അല്ലെങ്കിൽ മുജാഹിദിനെ കയ്യിലെടുക്കാനോ അത് ആര് നോക്കിയിട്ടും കാര്യമില്ല. അവർ നോക്കണ്ട, അതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു അജണ്ട ഉണ്ടാവും. അതേമാതിരി തന്നെ അജണ്ടയുള്ള മതസാമുദായിക ഈ വെള്ളാപ്പള്ളി നടേശന്റെ മാറ്റ ഒരാൾ ആരെങ്കിലും കൊണ്ടുവന്ന് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ചെയർമാനാക്കുമോ? എന്ത് ബന്ധമാണ് അയാൾക്ക് നവോത്ഥാനമായിട്ടുള്ളത്? അദ്ദേഹം ഈ SNDP യോഗം പിടിച്ചെടുത്തു എന്നല്ലാതെ
പിന്നെ അദ്ദേഹം പറയുന്നത് അങ്ങനെ പീഡനം നടക്കണ്ടെന്ന്. അദ്ദേഹം അല്ല, ആരെപ്പറ്റി ശ്രീ എന്തൊക്കെ പറയാൻ ഡോക്ടർ ഫസൽ ഗഫൂർ, നമുക്ക് ആ അദ്ദേഹമല്ലേ വെള്ളാപ്പള്ളിയിലേക്ക് NSS നെ പോകുന്നതിന് പറ്റി മുമ്പ് പറഞ്ഞത്? വെള്ളാപ്പള്ളിയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇടതുപക്ഷത്തെ രണ്ടാമത്തെ വലിയ കക്ഷി CPI ഇത് ആവർത്തിച്ചു പറയുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമം, ഇതിന് ഒരു പ്രതിഷേധം വരുന്നു, യോഗം വരുന്നു, ഇതൊക്കെ മതയോഗമാക്കി മാറ്റി, മതമേധാവികൾക്ക് പ്രാധാന്യം നൽകി. അത് ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥ നിലപാടിൽ നിന്നുള്ള ഒരു വ്യതിചലനമാണ് എന്ന രീതിയിൽ കൂടി CPI പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി പറയുന്ന അവിടെ നിൽക്കട്ടെ. അല്ല, CPI എവിടെ പറഞ്ഞു എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. അപ്പം ഞാൻ അതിനെപ്പറ്റി വിമർശിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ എന്നാൽ കൂടി ഞാൻ പറയാം, ഇതേ പ്രശ്നം CPIക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു കാലത്ത് ഒരു മന്ത്രിസഭയിൽ, എൻ്റെ ഓർമ്മ ശരിയാണ്, VS അച്യുതാനന്ദൻ മന്ത്രിസഭയാണ്, അവിടെ വലിയ വിമർശനം വന്നല്ലോ, എല്ലാ മന്ത്രിമാരും ഈഴവരാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ നമ്മൾ മന്ത്രിമാരെയൊക്കെ എടുത്തു നോക്കിയിട്ട് ഈ നായർ മറ്റേ മറിച്ച് എന്ന് പറഞ്ഞിട്ട് അത് വെള്ളാപ്പള്ളിനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളി പറഞ്ഞ എന്താ, CPM-ൽ നിറയെ നായന്മാർ മന്ത്രിമാരാണ്, ഈഴവ മന്ത്രിമാരില്ല എന്ന്. അതാണല്ലോ ഇപ്പം മുസ്ലിം പ്രീണനം മാത്രം പറ്റില്ല. പ്രീണനത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ എല്ലാ വിഭാഗങ്ങളും നടത്തിയിട്ടുള്ള അപ്പോയിന്റ്മെന്റും കാര്യങ്ങളും നോക്കിയിട്ട് അത് പ്രീണനമാണോ അല്ലയോ, അതോ പാർട്ടിയുടെ നയപ്രകാരമുള്ളതാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കേണ്ടതായിരിക്കുന്നു. അപ്പോൾ ഞാനെന്താ പറയുക, CPM-നൊന്നും പറയാതിരിക്കുന്നത്, ഞാനത് കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല അതിനെ പറ്റിയിട്ട്. ഇപ്പം പറയുമ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ വലിയൊരു ഹെഡിങ് ആയിട്ട് പത്രങ്ങളിലൊന്നും വന്നിട്ടോ ചാനലിൽ വന്നില്ല. അപ്പോൾ ഘടകകക്ഷികൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അത് പാർട്ടിക്ക് ഉള്ളിൽ ഈ ഒരു പരാജയം ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും ആ പാർട്ടിക്കുള്ളിൽ ചില അസ്വസ്ഥതകളുണ്ടാവും. ആ അസ്വസ്ഥതകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തോമസ് ഐസക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ആ പാർട്ടി തീരുമാനിക്കേണ്ടതാണ് അതിൽ തിരുത്തൽ വേണോ ഇല്ലേ എന്നുള്ളത്. പക്ഷേ മൊത്തത്തിൽ ജനങ്ങളുടെ ഇടയിൽ ചെറിയ ജനങ്ങളുടെ ഇടയിൽ ഒരു ഇമേജിന് ഒരു കോട്ടം പറ്റിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാരിന്. അത് മുസ്ലിം പ്രീണനം കൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ പറ്റൂല. അത് മുസ്ലിം പ്രീണനമെന്ന് വെള്ളാപ്പള്ളി പറയുന്ന ചില കണക്കുകൾ അത് ആ രീതിയിൽ തന്നെ എടുത്താൽ മതി, അത് അങ്ങനെ തന്നെ തള്ളിക്കളയുകയും ചെയ്യാം. പക്ഷെ പറയുന്ന വിഷയങ്ങൾ ലോക്സഭാ സ്ഥാനാർത്ഥി നിർണ്ണയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എറണാകുളത്ത് KJ ഷൈനെ നിർത്തി, നിങ്ങൾ മലപ്പുറത്ത് വസീഫിനെ നിർത്തി, കോട്ടയത്ത് തോമസ് ചാഴിക്കാടനൊപ്പം നിന്നു. പക്ഷേ ആലപ്പുഴയിൽ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ആലപ്പുഴയിൽ ആരിഫിനെയാണ് നിർത്തിയത്. അതായത് മലപ്പുറത്തും കോട്ടയത്തുമൊക്കെ എടുക്കാൻ കഴിയാത്ത ഒരു തീരുമാനം എന്തുകൊണ്ട് ആലപ്പുഴയിൽ എടുത്തു? ഇതൊക്കെയാണ് വെള്ളാപ്പള്ളി ചോദിക്കുന്നത്. അല്ല, അത് തിരിച്ചൊരു മറുപടി ഉണ്ട്. അത് തോക്കണ സീറ്റുകളല്ലേ, അവിടെ ജയിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? മനസ്സിലായ? അപ്പൊ തോക്കണ സീറ്റുകളിൽ കിടക്കട്ടെ എന്നുള്ള നിലക്ക് അവിടെ നിന്ന് അതിപ്പോൾ അങ്ങനെയാണ്. ആ കാൻഡിഡേറ്റുകളെ പറ്റി തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലോ. അവിടുത്തെ ആൾക്കാർക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്, വ്യക്തിപരമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് പല കാൻഡിഡേറ്റുകളെ പറ്റിയിട്ടൊക്കെ, അപ്പുറത്തും ഇപ്പുറത്തുള്ളട്ടെ, ഇടതുപക്ഷം മാത്രമല്ല. അപ്പം അതൊരു നോ ഗെയിമാണ്. അതേസമയം നമ്മൾ കൂടുതലായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം കരീമിനെ നിർത്തി കാലിക്കറ്റിൽ, അത് നിർത്തിയത് തെറ്റില്ല. അപ്പുറത്തെ ഭാഗത്ത് വടകരയിൽ ഷാഫിനെ നിർത്തിയവർ. നമ്മളെല്ലാ കാര്യങ്ങളും മതപരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നോക്കിയാൽ പറ്റില്ല. കരീം പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയാണ് CPM-ന്റെ. ഷാഫി പറമ്പിൽ പ്രഗത്ഭനായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാവുമാണ്. അപ്പോൾ ആ നിലക്ക് അതിനെല്ലാം വർഗീയമായിട്ട് നമ്മൾ എടുത്ത് വെള്ളപ്പള്ളി നടേശൻ അന്നേരം സാമുദായിക പാർട്ടി നടത്തുന്നതിനെ കൊണ്ട് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടോ അത് വർഗീയമാണെന്നുള്ളത്? പക്ഷെ അത് സത്യമല്ല. ഇതേ വെള്ളപ്പള്ളി നടേശൻ തന്നെ എല്ലാവരെ പറ്റി പറയും. നമുക്ക് അടുത്ത റൗണ്ടിലാക്കാം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള, ബാക്കിയുള്ള മതങ്ങളെ പറ്റിയിട്ടും മറ്റുള്ള സംഘടനകളെ പറ്റിയിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഉള്ള കാര്യം നമുക്ക് നോക്കാം. പക്ഷെ ഇത് ഇങ്ങനെ ഇത്തരത്തിൽ നമ്മൾ നോക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം ഞാൻ ചോദിക്കട്ടെ, 20 MP-മാരിൽ വെറും 3 പേര്, 2 ലീഗിന്റെയും 1 കോൺഗ്രസിനെയും UDF നിർത്തിയപ്പോൾ, അതേമാതിരി തന്നെ 3 പേരെ LDF നിർത്തിയപ്പോൾ ആരും ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ മുസ്ലിം സമുദായത്തിന് വേണ്ട പ്രാതിനിധ്യം കിട്ടുന്നില്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും ഒച്ചയും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ആരും ചാനലോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ഇടയ്ക്ക് രാഷ്ട്രീയമായിട്ട് നമുക്ക് ഇങ്ങനെ കൂട്ടാമല്ലോ. 50% രാഷ്ട്രീയത്തിൽ തീരുമാനിക്കും, ഒരു 50% സാമുദായികമായിട്ടുള്ള ഒരു ഇത് പ്രാതിനിധ്യം കൊടുക്കും. അത്തരത്തിൽ നമ്മൾ കൂട്ടിയേച്ചാൽ മതി. ഞാൻ തിരികെത്താം. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, തിരുത്തണമെന്ന് പറഞ്ഞിരിക്കുന്നത് CPI ആണ്. ഇത് പത്രത്തിൽ വാർത്ത വരാൻ ഇന്ന് CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ നടത്തിയ വിമർശനങ്ങൾ, അത് ഈ ഞങ്ങളുടെ മാധ്യമത്തിൽ മാത്രമല്ല എല്ലാ മാധ്യമങ്ങൾക്കും മുന്നിലുമുണ്ട്. അത് നിഷേധിക്കാം ഏത് തരത്തിൽ വേണമെങ്കിലും. അപ്പോഴും ഈ CPM നടത്തിയത് ധ്രുവീകരണ രാഷ്ട്രീയമാണെന്ന് ലീഗ് അടക്കം ആരോപിച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ വിഷയങ്ങൾ തീർന്നിട്ടില്ല. അപ്പോഴേക്കും CPI പറയുന്നത് ഏകദേശം ഇതിനെ പിന്തുണ നൽകുന്നതായിപ്പോയത് എന്തുകൊണ്ടായിരിക്കും? എന്ത് ധ്രുവീകരണ രാഷ്ട്രീയവും ജയിക്കാൻ വേണ്ടി CPM ഇറക്കും എന്ന് പറയുകയാണോ, പരോക്ഷമായി പറയുകയാണോ CPI? CPIയുടെ തിരുവനന്തപുരം മാത്രമല്ല മറ്റ് ഒരു ജില്ലാ കമ്മിറ്റിയിൽ നിന്നും കൂടി അങ്ങനെ ഒരു തീരുമാനം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ CPIയുടെ സംസ്ഥാന കൗൺസിൽ അങ്ങനെ ഒരു തീരുമാനത്തെ ഇതുവരെ അംഗീകരിക്കുകയോ സംസ്ഥാന സെക്രട്ടറി അങ്ങനെ ഒരു പ്രസ്താവന പറയുകയോ ചെയ്തിട്ട്
ഇവിടെ പ്രധാനമായിട്ട് വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യം. വെള്ളാപ്പള്ളി ശ്രീനാരായണ ഗുരുദേവൻ ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്കെതിരെ വളരെ ശക്തമായിട്ട് പോരാടിയാണ്. അദ്ദേഹത്തിന്റെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് അടിവരയിട്ട് പറയുന്ന BJPക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം മാറിയിട്ടുണ്ട്. അതിന്റെ കാരണമെന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശന് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിലും ഭരണത്തിന്റെ കൂടെ നിൽക്കണം, കേന്ദ്രത്തിലും ഭരണത്തിന്റെ കൂടെ നിൽക്കണം. അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ ഇറങ്ങിയാണ് BJPക്ക് വോട്ട് പിടിച്ചത്. ഒരു സമുദായ സംഘടനയുടെ തലപ്പത്തിരുന്നുകൊണ്ട് ഒരു വർഗീയ സംഘടനയ്ക്ക് വോട്ട് പിടിക്കുന്ന വെള്ളാപ്പള്ളി നടേശത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് നമ്മളൊന്നും പറയണ്ട. അദ്ദേഹം അവസരത്തിനൊത്ത് ഓരോന്ന് പറയും. ഇവിടെ ഫസൽ കപൂർ സാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. കേരളത്തിലെ വൈസ് ചാൻസലർമാരെ എടുക്കുക, കളക്ടർമാരെ എടുക്കുക, SP-മാരെ എടുക്കുക. 25% കൂടുതൽ കേരളത്തിൽ മുസ്ലിം ജനതയുണ്ട്. അവർക്ക് ആനുപാതികമായിട്ട് വൈസ് ചാൻസലർ ഉണ്ടോ, കളക്ടറുണ്ടോ, SP-മാരുണ്ടോ? യാതൊന്നുമില്ല. അപ്പോൾ വെള്ളാപ്പള്ളി നടേശന് 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടാൽ UDF-നോടൊപ്പം നിൽക്കണം. അല്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ പോവും, ഭാര്യയും മക്കളും എല്ലാം ജയിലിൽ പോവും. VS അച്യുതാനന്ദൻ കൊടുത്ത കേസ് തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അല്ല, UDF-നെ വെള്ളാപ്പള്ളി, ഇതിപ്പോ CPI-യുടെ പറയണമെങ്കിൽ വേണ്ട, വെള്ളാപ്പള്ളി UDF-നെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ താങ്കൾ ഈ പറഞ്ഞ കണക്കുകൾ ആലപ്പുഴയിലടക്കം SNDP വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ അടക്കം വോട്ട് ചോദിച്ചാൽ എന്ത്? ആലപ്പുഴയിൽ BJP സ്ഥാനാർത്ഥി നേടിയ വോട്ടിന്റെ കണക്ക് എന്താണ്? ആ വോട്ടുകൾ ഏത് സമുദായത്തിൽ നിന്ന് വന്നു? ആ സമുദായങ്ങൾ ആർക്കൊപ്പം നിന്നു? ഈ കണക്ക് UDF-നും LDF-നും എതിരാണ് എന്ന് വെള്ളാപ്പള്ളി വെറുതെ പറയുന്നതല്ല, ഈ ചില കണക്കൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈഴവർക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള മണ്ഡലം കൊല്ലം മണ്ഡലമാണ്. രണ്ടാമത് വർക്കലെ. കൊല്ലത്ത് LDF നിർത്തിയത് ഈഴവ സ്ഥാനാർത്ഥി കൊല്ലം MLA കൂടിയ മുകേഷ. പ്രേമേന്ദ്രൻ റിക്കാർഡ് ഭൂരിപക്ഷത്തില ജയിച്ചത്. ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ ഏതെങ്കിലും ഈഴവര് കേൾക്കൂ? ഒരൊറ്റ ഈഴവര് കേൾക്കുന്നില്ലെന്നുള്ളതിന്റെ തെളിവാണ് കൊല്ലത്തും വർക്കലയിലും SNDP സ്ഥാനാർത്ഥികൾ തോറ്റത്. അങ്ങനെ ഈഴവര് വെള്ളാപ്പള്ളി പറയുന്നത് പോലെ ഈഴവര് മാറി വോട്ട് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയല്ല വരുന്നത്. വെള്ളാപ്പള്ളിയുടെ കൂടെ ഒരൊറ്റ ഈഴവര് പോലും ഇല്ല. അദ്ദേഹവും കുടുംബം ഇറങ്ങി BJPക്ക് വോട്ട് പിടിച്ചു. BJPക്ക് വോട്ട് പിടിച്ചിട്ട് പരാജയം വരുന്നു. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇടതുപക്ഷം എന്താ ഇപ്പൊ ചെയ്ത രണ്ട് സമരം? ഒന്ന്, ഇസ്രായേൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തു. ഇത് ഇടതുപക്ഷം മാത്രമല്ല, ഫസൽ കപൂർ സാർ പറഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും വലിയ സമരം ചെയ്ത്. അങ്ങനെയാണെങ്കിൽ വടക്കേ ഇന്ത്യയിൽ ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകാൻ പാടില്ലല്ലോ. അന്ന് മുസ്ലിം സമുദായത്തിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിന്നുവെങ്കിൽ എങ്ങനെ വടക്കേ ഇന്ത്യയിൽ ഇന്ത്യ സഖ്യം ഇത്രയും മുന്നോട്ട് വന്നു? ഒന്നത്. രണ്ട്, CAA സമരം ഇടതുപക്ഷം മാത്രമാണ് ചെയ്തത്. ഇന്ത്യ മൊത്തത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചെയ്തില്ലേ? അവർക്ക് എങ്ങനെ മുന്നോട്ട് വന്നു? അപ്പോൾ അതൊരു വർഗീയ ധ്രുവീകരണമാണ്. വേണ്ട, അമേരിക്കയും യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അവിടെ മുസ്ലിം ശതമാനം പലയിടത്തും 5, 2, 3% ഒക്കെയാ. അവിടെയൊക്കെ ഇസ്രായേൽ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായ സമരം അവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ ചെയ്തു. യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിന് അനുകൂലമായി തീരുമാനമെടുക്കുന്നു, അമേരിക്ക തീരുമാനമെടുക്കുന്നു. ആരവിടെ സമരം ചെയ്ത്? അവിടെ സമരം ചെയ്ത് ഇവിടുത്തെ ഇടതുപക്ഷം പോയി സമരം ചെയ്തതാണ്. അവിടുത്തെ ജനങ്ങള്, മുസ്ലിങ്ങൾ വളരെ കുറവുള്ള അവിടുത്തെ ജനങ്ങള് ആ ഇസ്രായേലിന് കാണിക്കുന്ന ഈ അധിനിവേശത്തിനെതിരെ ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ അത് മുസ്ലിം പ്രീണനമാണോ? ഇടതുപക്ഷത്തിന് കപൂർ സാർ പറഞ്ഞതുപോലെ പണ്ട് മുതലേ ഒരു മതനിരപേക്ഷ നിലപാടുണ്ട്. ആ മതനിരപേക്ഷ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തിൽ നമുക്കറിയാം മതേതരത്വം അടിസ്ഥാനമായി അല്ല, അതിന് ആ പോയിന്റിന് വിഘാതമായിട്ടാണ് ഈ ക്രൈസ്തവ വോട്ടുകളുടെ കാര്യം പറയുന്നത്. ക്രൈസ്തവ വോട്ടുകൾ എവിടേക്ക് പോയി, ക്രൈസ്തവ വോട്ടുകൾ എന്തുകൊണ്ട് BJPക്ക് പോയി എന്ന് പറയുന്നത് ഈ ഒരു വിഷയം എടുത്തു പറഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളി. ആ പറയുന്നതിനകത്തുള്ള ആ സെൻസ് നമുക്ക് ആ തരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല, അത് സമ്മതിക്കാം. പക്ഷേ ചില കണക്കുകൾ ഉണ്ടല്ലോ, തൃശ്ശൂരിലടക്കം BJP സ്ഥാനാർത്ഥി ജയിച്ചതടക്കം പറയുന്നു ക്രൈസ്തവർ ഇത്തവണ നിന്നത് BJPക്കൊപ്പമാണ്. എന്തുകൊണ്ടാണ് CPM ഇടതുപക്ഷം മുസ്ലിം പ്രീണനം നടത്തി, അതുകൊണ്ട് ക്രൈസ്തവ വിഭാഗം BJPക്കൊപ്പം പോയി എന്നാണ് തുറന്നടിച്ച് പറയുന്നത്? അത് പരിപൂർണമായിട്ട് തെറ്റാണ്. തൃശ്ശൂർ ജയിച്ചത് BJP അല്ല, സുരേഷ് ഗോപി എന്നൊരു വ്യക്തിയാണ്. പിന്നെ വോട്ടിന്റെ കണക്കുകൾ ഞാൻ പറഞ്ഞാൽ 16,000 വോട്ട് 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ അന്ന് ഞങ്ങൾക്ക് കിട്ടിയത് 3,21,000 വോട്ടാണെങ്കിൽ 3,37,000 വോട്ട് അവിടെ ഇടതുപക്ഷത്തിന് കിട്ടി. 16,000 വോട്ട് കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് കണക്കൂട്ടിയാൽ കോൺഗ്രസിന് അവിടെ 85,000 വോട്ട് കുറഞ്ഞു. ഞങ്ങളുടെ വോട്ട് തൃശ്ശൂർ കുറഞ്ഞിട്ടില്ല. ഇവിടെ പല നേതാക്കന്മാരും പറയുന്ന കേട്ട് ഞങ്ങൾക്ക് അവിടെ വോട്ട് കുറഞ്ഞു വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ട് കമ്പയർ ചെയ്യണ്ട. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3,21,456 വോട്ട് കിട്ടിയ ഇടതുപക്ഷ മുന്നണിക്ക് 2024 3,37,652 വോട്ട് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾക്ക് അവിടെ 16,000 വോട്ട് കൂടിയതു. ഞങ്ങളുടെ വോട്ടൊന്നും അവിടെ പോയിട്ടൊന്നുമില്ല. പിന്നെ ശരിയാണ് ഒരു കാര്യം ശ്രീ തോമസ് ഐസക് പറഞ്ഞു, അതും കൂടെ ഞാൻ ചർച്ച ചെയ്തു പോകാം. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാര്യം
ഇടതുപക്ഷ മുന്നണിയിൽ വിശേഷിച്ചും CPM-ന്റെ ചില പ്രവർത്തനങ്ങളിൽ ഘടകകക്ഷികളായി ഞങ്ങൾക്ക് എല്ലാവർക്കും അതിനകത്ത് അതൃപ്തിയുണ്ട്. ഞങ്ങൾ അത് രേഖപ്പെടുത്തേണ്ട മേഖലകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ ഒരു തിരുത്തൽ ഉണ്ടാകണം. ആ തിരുത്തലില്ലെങ്കിൽ പ്രസ്ഥാനത്തിന് ദോഷം സംഭവിക്കും. അതിനകത്ത് ഞങ്ങൾ ആരും എതിരല്ല. ഇടതുപക്ഷ മുന്നണിയുടെ ചില പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ ഞങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. എന്നും ഞങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് വിശേഷിച്ച് ഈഴവ പിന്നോക്ക സമുദായങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. അത് കുറേയധികം പേര് അതിൽ നിന്ന് അതേതൊക്കെയാണ്, അതെവിടെയെല്ലാമാണ് ആ തിരുത്തൽ എന്നതാണല്ലോ ഇപ്പോൾ വരുന്ന ചോദ്യം. അതാണ് ഇനി വ്യക്തമാക്കണം. ഞാൻ താങ്കളിലേക്ക് വരാം, അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ. ശ്രീ ഷാഫി ചാലിയം, CPM നടത്തിയത് മുസ്ലിം വിരുദ്ധതയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ലീഗ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കഴിഞ്ഞ ദിവസങ്ങളും എല്ലാ സമയത്തും ലീഗ് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം പ്രീണനം അതിര് കടന്നുപോയി, അതുകൊണ്ട് തോറ്റു എന്ന് CPI അടക്കമുള്ളവർ, SNDP അടക്കം വിമർശിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ലീഗ് എങ്ങനെ കാണുന്നു? അതായത് CPM-ന്റെ മൈതാന പ്രസംഗങ്ങളിൽ എന്തുണ്ട്? തങ്ങൾ മുസ്ലിങ്ങളോടൊപ്പമാണെന്നുള്ള ധ്വനിയുണ്ട്. എന്നാൽ കർമ്മപഥത്തിൽ മുസ്ലിങ്ങൾക്ക് ഒന്നും കൊടുത്തില്ല എന്ന് മാത്രമല്ല, മുസ്ലിങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചു വരുന്ന ഒരുപാട് സൗകര്യങ്ങൾ, ആനുകൂല്യങ്ങൾ എടുത്തു കളഞ്ഞ ഒരു ഗവൺമെന്റാണ്. പക്ഷേ ഈ യാഥാർത്ഥ്യം മറ്റുള്ളവർക്ക് അറിയില്ല. ഈ ബഡായി മാത്രം നോക്കിയിട്ട് കാര്യങ്ങൾ വിലയിരുത്താൻ പോയാൽ പ്രത്യക്ഷത്തിൽ ഇതോ മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തോ ചെയ്യാൻ വരുന്നു, മുസ്ലിങ്ങൾക്ക് പ്രതിരോധം തീർക്കാൻ ഞങ്ങളിതാ ജീവൻ തരാൻ തയ്യാറാണ്, ഉള്ളൂ. എന്നാൽ മുസ്ലിങ്ങളുടെ ആനുകൂല്യങ്ങൾ ഓരോന്നായി എടുത്തു കളഞ്ഞു. അതിന് എനിക്ക് 100 കണക്കിന് തെളിവുകൾ ഇവിടെ നിരത്താനുണ്ട്. ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ച എന്നാണ് അപർണ എന്നോട് പറഞ്ഞത്. ഞങ്ങളേതായാലും വ്യക്തിപരമായി വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളീയ ജനത അദ്ദേഹത്തിന്റെ പ്രസ്താവന നമ്മുടെ നാടിന് പറ്റിയതാണോ, ഒരു മലയാളിയുടെ അഭിമാന ബോധത്തിന്, സ്വത്വബോധത്തിന് നിരക്കുന്നതാണോ എന്ന് ചിന്തിക്കണം. കാരണം അദ്ദേഹത്തിന് പറയുന്ന റേഷ്യോ നോക്കണം നിങ്ങൾ. മാത്രമല്ല, വെള്ളാപ്പള്ളി പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് UDF മുസ്ലിം ലീഗും അല്ല, ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗമാണ് അദ്ദേഹം. അതുകൂടി പഠിക്കണം. ഈ നവോത്ഥാനം അതിന്റെ ചെയർമാനാണ്. ആ ചെയർമാൻ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടത് ഗവൺമെന്റാണ്. പല കാലങ്ങളിലായി ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഗവൺമെന്റും CPM-ഉം അമാന്തിക്കുന്നു. ഈ ഡിലേ ആണ് ഈ നാട്ടിൽ ഈ ധ്രുവീകരണം ഉണ്ടാക്കുന്നത്. അത് ചെറിയ സംഗതിയല്ല. നമുക്കറിയല്ലോ, അന്യ സമുദായത്തിൽപ്പെട്ട അന്യ നാട്ടുകാരായ പാവപ്പെട്ട 2 തൊഴിലാളികൾ കോഴിക്കോട്ട് ഒരു ഓടയിൽ വീണപ്പോൾ വേണമെങ്കിൽ അത് നിസ്തേഷ്ടമായി നോക്കി നിൽക്കാം. എൻ്റെ ഷർട്ടിൽ ചെളിയാവും. അത് നിന്നില്ല. മനുഷ്യസ്നേഹിയായ നൗഷാദ് എന്ന ഒരു ചെറുപ്പക്കാരൻ ആ മാൻഹോളിലേക്ക് എടുത്തു ചാടി ആ 2 എണ്ണത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചതിനിടെ മരണപ്പെട്ട സംഭവം എത്രമാത്രം ദുഃഖാർത്ഥമായ സംഭവമാണ്. ആ നൗഷാദിനൊരു കോമ്പൻസേഷൻ കൊടുത്തപ്പോൾ ഇദ്ദേഹം എന്തെല്ലാം ഇവിടെ ബഹളങ്ങൾ ഉണ്ടാക്കി, നമ്മളിത് കണ്ടതല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെയാണോ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്? ഈഴവ സമൂഹത്തിന്റെ സാമ്പത്തികവും സാംസ്കാരികവുമായ പുരോഗതിക്കായി, രാഷ്ട്രീയ അസ്തിത്വത്തിനായി പ്രവർത്തിക്കേണ്ട പ്രസ്ഥാനമാണ് ഒരു ശ്രീനാരായണീയ പ്രസ്ഥാനമായ SNDP ഒക്കെ. എന്തെല്ലാം ഈഴവ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്, അവർക്ക് വേണ്ടി വാദിക്കി, ഞങ്ങളൊക്കെ കൂടെ നിൽക്കാം. ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ജഡ്ജിങ് പാനൽ ഇന്നുവരെ ആ സമുദായത്തിൽപ്പെട്ട ഒരാളെത്തിയില്ല. എത്തിക്കാൻ എന്തൊക്കെ ശ്രമങ്ങൾ നിങ്ങൾക്ക് കഴിയും? അത്തരത്തിൽ ഈഴവ സമൂഹത്തിന് അനുകൂലമായി അതിലെ പട്ടിണി കിടക്കുന്നവര്, പ്രയാസപ്പെടുന്നവര്, വിവാഹം ചെയ്തയക്കാൻ കഴിയാതെ നിൽക്കുന്ന പെൺകുട്ടികളെ പ്രശ്നം, വീടില്ലാത്ത അനേകാരുടെ പ്രശ്നം, അത്തരം ആളുകൾക്ക് വേണ്ടി ഇറങ്ങൂ. ഞങ്ങൾ അതാ ചെയ്യുന്നത്. അപരമത വിദ്വേഷം മാത്രമായിട്ട് എത്ര കാലം നിങ്ങൾക്ക് നടക്കാൻ കഴിയും? നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ട OBC വിഭാഗങ്ങളില്ലേ? നമുക്കറിയാമല്ലോ, ഇവിടെ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി വന്ന, നരേന്ദ്രൻ ആരാണ്? മുസ്ലിം ഒന്നല്ലല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ, ഒഴിവുകൾ 7000 തസ്തികകളാണ് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടത് ഇവിടെ നഷ്ടമായത്, നികത്താണുള്ളത്. എന്നാൽ വെറും 5 തസ്തികയെ ഈഴവർക്കുള്ളൂ എന്നൊരൊറ്റ കാരണത്താൽ ഈ ബാക്ക്ലോഗ് നികത്തണം എന്ന് പറഞ്ഞാൽ കേവലം 5 തസ്തികയിലേ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പുറത്ത് 7000 മുസ്ലിങ്ങൾ കൊണ്ടുപോകില്ലേ? ഈ രീതിയിൽ ഒരു ശ്രീനാരായണീയ പ്രസ്ഥാനക്കാർ ചിന്തിക്കാൻ പാടില്ല. അല്ല, ഇതിപ്പോ വെള്ളാപ്പള്ളി പറയുന്ന അവിടെ നിൽക്കട്ടെ, CPI പറയുന്നതോ, ലീഗ് അതെങ്ങനെ കാണുന്നു? നിങ്ങൾ ഈ മുസ്ലിം വിരുദ്ധത, CPM എല്ലാ സമയത്തും മുസ്ലിം വിരുദ്ധത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഘടകകക്ഷികളിൽ ഏറ്റവും രണ്ടാമതാണ് പറയുന്നത് മുസ്ലിം പ്രീണനമാണ് നടത്തിയതെന്ന്, അങ്ങനെയാണ് തോറ്റതെന്ന്. ഞാൻ ചോദിക്കട്ടെ, പാലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തി, CPM നടത്തി, CPI എന്തുകൊണ്ട് നടത്തിയില്ല? അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. അതിലെ മറ്റു ഘടകകക്ഷികളുണ്ടല്ലോ, അവരാരും നടത്തിയില്ല. എന്തായിരുന്നു CPIയുടെ നിലപാട്?
ഞാൻ പറഞ്ഞു വരുന്നത് ഇവർ തന്നെ പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തിയ എവിടെയാണ്? കോഴിക്കോട്ടാണ്, തിരുവനന്തപുരത്ത് നടത്തുന്നത്. അല്ല, ഈ വിഷയത്തിലൊക്കെ കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു? അല്ല, UDF അങ്ങനെ ഒരു പൊതുധാരണയൊക്കെ ഉണ്ടല്ലോ, കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു ഈ സമയത്തൊക്കെ, ഈ വിഷയങ്ങളിലൊക്കെ? കോൺഗ്രസിന്റെ സമീപനം, കോൺഗ്രസിന്റെ ഉയർന്ന നേതാക്കളുടെ എക്സിൽ വരുന്ന പോസ്റ്റുകൾ, അതുപോലെ തന്നെ അവരുടെ ട്വീറ്റ്, അവരുടെ പ്രസ്താവനകൾ, അവർ പത്രങ്ങൾ കൊടുക്കുന്ന അഭിമുഖങ്ങളിൽ വളരെ കൃത്യമാണ്. നമുക്കറിയാലോ, ഛത്തീസ്ഗഡിലെ ആ 5 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് അതിന്റെ കൊടുമുടിയിൽ എത്തിക്കുന്ന സമയത്താണ് പ്രിയങ്ക ഗാന്ധിന്റെ ട്വീറ്റ് വന്നത്. അതായത് ഇസ്രായേലിന് സാമ്പത്തിക സഹായവും ആയുധം കൊടുക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ നിർത്തിവെക്കണം, അത് കുഞ്ഞുങ്ങളെ കൊല്ലാൻ. ഞാൻ ചോദിക്കുന്നത്, CPM അത് ചെയ്യുമ്പോൾ മുസ്ലിം പ്രീണനവും കോൺഗ്രസ് ചെയ്യുമ്പോൾ അതല്ല എന്നും ലീഗിന് എങ്ങനെയാണ് വീണ്ടും വീണ്ടും പറയാൻ കഴിയുന്നത്? ഞാൻ പറയുന്നത് CPM നടത്തുന്നത് അധരവ്യായാമങ്ങളാണ്, അഭ്യാസങ്ങളാണ്, ആത്മാർത്ഥപരമല്ല. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഈ കോഴിക്കോട്ടല്ലാതെ വേറെ എവിടെയില്ല നടത്താൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മീഡിയ അറ്റൻഷൻ കിട്ടുന്ന തലസ്ഥാന നഗരിയിലോ എറണാകുളത്തോ കോട്ടയത്തോ ഒന്നും നടത്താതെ എല്ലാം അറബിക്കടലിലേക്ക് എന്ന് പറഞ്ഞാൽ ഒക്കെ ഇവിടെ കോഴിക്കോട്ടുകാരുള്ള വരുന്നത്. എന്താ ഇതിന് കാരണം? CPM ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ CPM വോട്ട് ചെയ്യുന്ന ധാരാളം ഹൈന്ദവ ജനതയെ അവരിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. ഈ മുസ്ലിം മത നേതാക്കളുടെ പിറകിൽ പരിധി വിട്ടുള്ള പോക്ക്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? ലീഗിനെ ശരിയാക്കാനാണ് ഈ വരുന്നത്. ലീഗ് ശരിയാകുണ്ടോ? ലീഗ് ഉയരത്തിൽ പോവുകയാണ്. പക്ഷെ ഇവരെന്താകുന്നു? മുസ്ലിങ്ങളെ വോട്ട് കിട്ടണമില്ല, കയ്യിലുള്ള ഹിന്ദുക്കളെ വോട്ട് പോവുകയും ചെയ്തു. ആ സ്പേസിലേക്ക് BJP കടന്നു വരികയാണ്. അതാണ് ആലപ്പുഴയൊക്കെ കണ്ടത്, അതാ മനസ്സിലായി. പക്ഷെ കണ്ണൂർ കണ്ടത് അതല്ല. അവിടെ ആ സ്പേസിലേക്ക് സുധാകരനാ കയറി വന്നത്. എന്നാൽ ആലപ്പുഴ ഇപ്പം നേരെ തലകുത്തനായി. എന്താ അതിന് കാരണം? ഓരോ സ്ഥലത്ത് ഓരോ സമീപന. മധ്യ കേരളത്തിൽ എത്തുമ്പോൾ CPM സമീപനം മാറി. ഈരാറ്റുപേട്ടയിലെ വിഷയം ഈ കൊച്ചു പിള്ളേരുടെ ഒരു ചെറിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ അവിടെ തന്നെ സർവകക്ഷി പോലീസ് സ്റ്റേഷനിൽ കൂടി എല്ലാ സമുദായത്തിൽപ്പെട്ടവരുണ്ടെന്നും അതിനെ മതം തിരിച്ച് കാണേണ്ടതില്ല എന്ന് CPM CPI ഒക്കെ ഉള്ള സർവകക്ഷി തീരുമാനിച്ചതിന്റെ പിറകിൽ പിണറായി വിജയൻ എന്ന് പറയാം ഇതൊരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ ചെയ്താണ്. ഇത് അമിത്ഷാന്റെ ഭാഷയാണ്. എന്താ അവിടെ ലക്ഷ്യമിടുന്നത്? അവിടെ ക്രിസ്ത്യാനികളെ സ്വാധീനിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതത്തിന്റെ ദർപ്പണം വെച്ച് രാഷ്ട്രീയത്തെ ഇതിനു മുമ്പ് ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ EMS അമ്പൂരിപ്പാട്, EK നയനാർ, അച്യുതൻ ഇവരൊന്നും ഇഫ്താർ പാർട്ടി നടത്താറില്ല, മതസമ്മേളനങ്ങൾക്ക് പോകാറില്ല, മത ആചാര്യന്മാരെ പോയി സന്ദർശിക്കാറില്ല, നേരം വെളുത്ത് രാവിലെ ഫോൺ ചെയ്ത് ഓരോ മത നേതാക്കളോടും ക്ഷേമം അന്വേഷിക്കാറില്ല. ഇതൊരു കരുണാകരന്റെ സ്റ്റൈലാണ്. എല്ലാ ജാതികളെയും മതങ്ങളെയും കയ്യിൽ വെച്ചിട്ടാണ് അദ്ദേഹം പോകാറ്. അപ്പം ഇദ്ദേഹം പിണറായി വിജയൻ ഈസ് സ്ലോലി ട്രാൻസ്ഫോമിങ് അനദർ ലീഡർ കരുണാകരൻ. അവിടെയൊക്കെ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശൈലിയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാറിയത്. സമസ്തയോ മുസ്ലിം സംഘടനകളോ കേരളത്തിലെ അന്തരീക്ഷങ്ങൾക്കൊന്നും മാറ്റണ്ടായില്ല. ഇവരൊരു വേറൊരു ലൈനിലേക്ക് തിരിഞ്ഞു. ഇതിന്റെ പ്രത്യാഘാതം വരാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മതേതരപക്ഷക്കാരായ പലരും മാറും. അവിടേക്കാണ്. ഇപ്പൊ തൃശ്ശൂരിന്റെ കാര്യം പറഞ്ഞല്ലോ. തൃശ്ശൂരിൽ എന്താ സംഭവിച്ചത്? വളരെ പഠിക്കണം. സുരേഷ് ഗോപിയെ പരിധി വിട്ടുപോയി വിമർശിച്ച് എല്ലാ മീഡിയയുടെയും ശ്രദ്ധ സുരേഷ് ഗോപിയിലേക്ക് മാത്രം കൊണ്ടുവന്നു. അനാവശ്യമായി സുരേഷ് ഗോപിയെ വേട്ടയാടുന്നുള്ള തോന്നൽ നിഷ്പക്ഷരായ മനുഷ്യരിൽ ഉണ്ടാക്കി. അതാങ്ങൾ പഠിക്കുക. ഇതിലൊക്കെ കിടക്കുന്ന എലമെന്റുകൾ അപകടം നിറഞ്ഞ മീഡിയ വണ്ണിന്റെ ഒരു ലേഖിക, ആ ലേഖികയെ എന്താണ് സ്പർശിച്ചു എന്ന പേരിലുള്ള ഒരു വിഷയം വന്നു. അദ്ദേഹം അന്ന് വൈകുന്നേരം തന്നെ വാർത്താ സമ്മേളനം നടത്തി അതിൽ മാപ്പ് ചോദിച്ചാൽ അവിടെ തീരേണ്ടതാണ്. അതെങ്ങനെയാണ് അവിടെ തീരുന്നത്? അതെങ്ങനെയാണ് ഷാഫി ചാലിയം? അതെങ്ങനെയാണ് അവിടെ തീരുന്നത്? തീരണോ വേണ്ടിയൊന്നും അവരല്ലേ തീരുമാനിക്കേണ്ടത്? അതങ്ങനെ താങ്കൾ ഇരുന്ന് പറഞ്ഞാൽ അതങ്ങനെ തീരാൻ കഴിയുന്ന വിഷയമാണോ? അതാ പെൺകുട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്? അതെങ്ങനെ പറയാൻ കഴിയും? ഞാന് അപർണ ചൂടാവല്ലേ, ഒന്ന് കൂൾ ക്വയറ്റാകും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊരു പൊളിറ്റിക്കൽ അനാലിസിസിനായിരിക്കുന്നത്. ഒരു ടീം നേട്ടം കൊയ്തു പോയ വഴി ഏതാണെന്ന് വിശകലനം ചെയ്യുമ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ അവകാശത്തിനെ, റൈറ്റിനെ ഞാൻ ചോദ്യം ചെയ്തു എന്ന രീതിയിൽ താങ്കൾ ആഖ്യാനിക്കരുത്. ആത്മാർത്ഥപരമായ ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ ആണ് വിളിച്ചതെങ്കിൽ അതിന് ആ സെൻസിൽ കാണാൻ സാധിക്കണം. എന്റെ സഹപ്രവർത്തകയാണ് സ്വാഭാവികമായിട്ടും. അത് ഏത് ചാനലാന്നുള്ളതല്ല, അത് എനിക്ക് ചില നിലപാടുണ്ട്. എനിക്ക് ആ നിലപാടിൽ വെള്ളം ചേർക്കാൻ കഴിയില്ല ഷാഫി ചാലിയം. ഞാൻ ഒരു മിനിറ്റ്, എനിക്ക് എവിടെയും, അതായത് ഓപ്പറേഷൻ നടത്തുമ്പോൾ തീരെ ബ്ലഡ് പൊടിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ഫസൽ ഗഫൂറിനോട് ഇരിക്കുന്നുണ്ടല്ലോ. ഇവിടെ ഒരു വിഷയത്തെ വിശകലനം ചെയ്യുമ്പോൾ എവിടെയാണ് ഇങ്ങനെ ഒരു ട്രെൻഡ്, ഈ ട്രെൻഡ് ഉണ്ടായത് എവിടെ നിന്നാണെന്നുള്ളത് പഠിക്കണം. ഞാൻ പറഞ്ഞ് തീരുന്നതിന് ഉൾപ്പെട്ടാണ് ചാടിയല്ലോ. ഞാൻ ആ സ്ത്രീയെ ഒരിക്കലും കുറ്റമല്ല, ആ സ്ത്രീയുടെ അവകാശമാണ്. പക്ഷേ ആ വിഷയത്തെ തൃശ്ശൂരിൽ ഉപയോഗപ്പെടുത്തി ഏത് രീതിയിലാണ് കാണണം. ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വണ്ണിനെ ഒരു ലേഖയിൽ ഉപയോഗിച്ച് ജിഹാദികൾ നമ്മളെ സുരേഷ് ഏട്ടനെ എന്താണ് ഇതാ കേസ് കൊടുക്കാൻ പോകുന്നു, ഒരു പരാതി കൊടുത്തു കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് സുരേഷ് ഗോപിയെ നടക്കാവ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. അതിനൊരു അവസരമാക്കി വലിയ ജാതിയാക്കി ആരവമാക്കി താരാഭിഷേകമായി സ്ത്രീകൾ താലപ്പൊലിയുമായി സ്റ്റേഷനിൽ പോകുന്നു.
ഇതൊക്കെ ഉണ്ടാക്കുന്ന വൈബിനെ കുറിച്ച് പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ അവകാശത്തെക്കുറിച്ചോ സ്ത്രീത്വത്തെക്കുറിച്ചോ ഞാൻ അതല്ല പറഞ്ഞത്. നടന്നൊരു സംഭവം വിശദീകരിക്കുകയാണ്. ഇവിടെ എവിടെയൊക്കെ ഉപയോഗപ്പെടുത്തി നോക്കണം. നിങ്ങൾ നോക്കൂ, തൃശ്ശൂരിലെ പോലീസ് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളുണ്ട്. നിങ്ങൾക്കറിയോ, പോലീസ് കമ്മീഷണർ ആ പൂര സമയത്ത് റോഡ് ബ്ലോക്ക് ചെയ്യണത് വിവരം സുരേഷ് ഗോപി മാത്രം അറിഞ്ഞത്. അതായത് പോലീസ് വിവരം കൊടുക്കാണ്, ഇത്ര മണിക്ക് ഞങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്യണം, കൃത്യസമയത്ത് അറിയിക്കാം. അവിടുത്തെ രണ്ട് മുരളീധരനും അറിഞ്ഞിട്ടില്ല, മറ്റേ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പറഞ്ഞില്ല. നട്ടപ്പാതിരിക്ക് സുരേഷ് ഗോപി അവിടെ ലാൻഡ് ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു നോമ്പ് തുറക്കാൻ പോയെടുത്ത് അവിടെ മുസ്ലിങ്ങളെ കൂടെ ഇരുന്ന ഒരു കഞ്ഞി കുടിക്കുന്ന വിഷയം ഇടതുപക്ഷം വഷളായ രീതിയിൽ നക്കിക്കുടിച്ചു കൊറ്റിക്കുടിച്ചു. ഒരു പരിധി വിട്ടുള്ള ആക്രമണം വന്നാൽ അവിടെ മുരളീധരൻ അപ്രസക്തനായി. സുരേഷ് ഗോപിയും CPM തമ്മിലുള്ള വലിയൊരു പോരാട്ടം എന്ന ലെവലിലേക്ക് ഇതിനെ മാറ്റിയപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് കിട്ടിയിരുന്ന നിഷ്പക്ഷരായ പല വോട്ടുകളും സ്വാഭാവികമായിട്ടും CPM-നുള്ള ദേഷ്യം തീർക്കാൻ സുരേഷ് ഗോപിക്ക് ചെയ്ത. പക്ഷെ സുരേഷ് ഗോപി പറഞ്ഞ ഒറ്റ വാക്ക് എന്തായാലും പറഞ്ഞത്, നിങ്ങൾ തന്ന വോട്ട് എന്റെ പാർട്ടിക്കുള്ളതല്ല എന്ന ബോധ്യം എനിക്കുണ്ട്, അത് എനിക്കുള്ളതാണ്, അതിന്റെ സൂക്ഷ്മതയും ജാഗ്രതയും ഞാൻ പാലിക്കുന്ന. ഞാൻ സുരേഷ് ഗോപിയോടെ തോറ്റ് കാണണം. സുനിൽ കുമാർ വിജയിച്ചാൽ പോലും എനിക്ക് പ്രശ്നമില്ല. സുരേഷ് ഗോപി തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ സുരേഷ് ഗോപി ജയിച്ചു വന്ന വഴികൾ അത് പഠിക്കണം. അപ്പുറത്ത് CPI-യുടെ ഒരു സുഹൃത്ത് വളരെ നല്ല വിശകലനം അവിടെ നടത്തിയത്. ശ്രീ ഷാഫി ചാലിയം, ഞാൻ തിരികെ എത്താം. കോൺഗ്രസ് നിരീക്ഷകൻ കൂടിയ ശ്രീ N. ശ്രീകുമാർ, ഷാഫി ചാലിയം പറയുന്ന എല്ലാ വാദങ്ങളോടും എനിക്ക് വ്യക്തിപരമായിട്ട് യോജിക്കാനൊന്നും കഴിയില്ല. പക്ഷേ ചില വിഷയങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നയങ്ങളിൽ നിന്നുള്ള പ്രകടമായിട്ടുള്ള വ്യതിയാനങ്ങൾ, മതപരമായിട്ടുള്ള പ്രീണനം എന്ന് ഘടകകക്ഷികളിലെ രണ്ടാമൻ തന്നെ വിമർശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുക. ഒരു പാളയത്തിൽ പടയ്ക്ക് അപ്പുറത്തേക്ക് ഇതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ. തിരുത്തലില്ല, ഒരു ഭരണവിരുദ്ധ വികാരവുമില്ല, ഒരു തിരുത്തുമില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നതിന് മുകളിലാണ് പറയുന്നത് ഇങ്ങനെ ചില വിഷയങ്ങളൊക്കെ ഉണ്ട് എന്ന്. പിന്നോക്ക വിഭാഗങ്ങളടക്കം അകന്നു പോയത് ഇതുകൊണ്ടൊക്കെയാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ അതിനെ തള്ളിക്കളയണമെങ്കിൽ ആദ്യം CPI പറഞ്ഞതിനെ പ്രതിരോധിക്കേണ്ടതായിട്ട് CPM-ന് വരുന്നു. എങ്ങനെ കാണുന്നു? നോക്കൂ അപർണ, ഇതിൽ ഇടതുമുന്നണിയുടെ ഒരു നയമുണ്ട്. CPM-നും CPI-ക്കും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്കുള്ള നിലപാടുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി പറയണത് അത് അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ SNDP യോഗത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിട്ടില്ല എന്ന തോന്നലിൽ നിന്നായിരിക്കും. കാരണം SNDP യോഗവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ പോലും വെള്ളാപ്പള്ളി നരേശനും തുഷാർ വെള്ളാപ്പള്ളിയും നേതൃത്വം കൊടുക്കുന്ന BDJS എന്ന പ്രസ്ഥാനം നിൽക്കുന്നത് BJP-ക്കൊപ്പമാണ്. BJP മുന്നണിയിലാണവർ. അവിടെ അതിൻ്റെ ഒപ്പം തന്നെ ശ്രീ വെള്ളാപ്പള്ളി നരേശൻ, നേരത്തെ ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞ പോലെ അദ്ദേഹം നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹിയാണ്. അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുകയും ചെയ്യുന്നു, BDJS-നെ BJP-യോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് പറയുമ്പോൾ BJP-ക്കൊപ്പം, മറുവശത്തേക്ക് പറയുമ്പോൾ ഇടതുപക്ഷത്തിനോടൊപ്പമൊക്കെ പറയുമ്പോൾ ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവർക്ക് ചില ശങ്കകളുണ്ടാവും. അവരുടേതായ രാഷ്ട്രീയ കക്ഷികളിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ SNDP-ക്ക് അങ്ങനെ കൃത്യമായ രാഷ്ട്രീയ നിലപാട് നിലനിർത്തണമെങ്കിൽ അവർ SRP പുനർജീവിപ്പിക്കണം. SRP എന്ന അവരുടെ പഴയ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന പഴയ രാഷ്ട്രീയ സംഘടനയെ പുനരുജ്ജീവിപ്പിച്ച് അവർ രാഷ്ട്രീയ പ്രസ്ഥാനം കൊണ്ടുവരണം. കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധം നന്നായിട്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ് NSS NDP എന്ന അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നതും അതുപോലെ തന്നെ സമദൂര സിദ്ധാന്തം കൊണ്ടു നടക്കുന്നതും. അപ്പോൾ ഈ ഒരു വ്യത്യാസം അവിടെ കാണണം. ഒന്നത്. രണ്ടാമത്തെ കാര്യം, CPI ഇപ്പോൾ അവരുടെ ജില്ലാ കൗൺസിലുകളിലൊക്കെ പ്രമേയം പാസ്സാക്കുന്നുണ്ട്. എവിടെയായിരുന്നു അവർ ഈ പ്രസ്ഥാനങ്ങൾ ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലുമ്പോഴും അതുപോലെ ജനകീയ സദസ്സുകൾ മുഖ്യമന്ത്രി പണം ചിലവാക്കി നടത്തുമ്പോഴൊക്കെ അവരെവിടായിരുന്നു? അവരെ ബസ്സിലൊപ്പം സഞ്ചരിച്ചിരുന്നവരല്ലേ? അന്ന് പ്രതിപക്ഷം പറഞ്ഞില്ലേ ധൂർത്താണെന്ന്, ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന്? അന്ന് ഇവരെവിടായിരുന്നു? ഇതിൽ തോറ്റു കഴിഞ്ഞപ്പോൾ പിന്നെ വികാരമുണ്ട് വിചാരമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, അത് പ്രവർത്തകർ പോലും വിശ്വസിക്കില്ല. പിന്നെ CPM-ൻ്റെ കാര്യം, CPM എപ്പോഴും കൊണ്ടുവരുന്ന ഒരു നയമുണ്ട്, അടവ് നയം. ഇതൊരു കാലഘട്ടം കഴിഞ്ഞു അടവ് നയത്തിൻ്റെ. ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് ഒരു പുതിയ രീതിയിൽ ചിന്തിക്കുന്നവരാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്നോട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ഒരു യുവാവ് പറഞ്ഞത്, സത്യസന്ധമായി പറഞ്ഞത്, രാഹുൽ ഗാന്ധിയും സുരേഷ് ഗോപിയും ഒക്കെയാണ് ഞങ്ങളുടെ മനസ്സിലുള്ള നേതാക്കളെന്നാണ്. അപ്പോൾ നോക്കൂ അവരുടെ ആ രാഷ്ട്രീയവാദം നോക്കൂ. സുരേഷ് ഗോപി ജയിച്ചു എന്ന് നമ്മളെല്ലാവരും ഇവിടെ പറയുമ്പോഴും CPM ഇപ്പോഴും പറയുന്ന തൃശ്ശൂരിൽ BJP ജയിച്ചു എന്നാണ്.
നമ്മളെപ്പോഴും പറയുന്നത് നിങ്ങൾ എന്തിന് BJP ജയിച്ചു തൃശ്ശൂരിലെന്ന് പറയുന്നു. അപ്പോൾ പറയും താമര ചിഹ്നമല്ലേ, ആയിക്കോട്ടെ. സുരേഷ് ഗോപിയാണ് ജയിച്ചതെന്ന് വ്യക്തമായി ഇവിടെ എല്ലാവർക്കും അറിയാം. ഞാൻ തൃശ്ശൂരിലുള്ള ആളല്ലേ. സുരേഷ് ഗോപിക്ക് ഇവിടെ കിട്ടിയ വോട്ട് എവിടെ നിന്നാണ്? കോൺഗ്രസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, CPM നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ കുടുംബങ്ങളിലെ ചില വ്യക്തികളാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പച്ചയായി മനസ്സിലാവും. അപ്പോഴും ഇപ്പോഴും CPM വിലയിരുത്തുന്നത് എന്താ? തൃശ്ശൂരിൽ BJPയുടെ വോട്ട് കൂടി. അതിൻ്റെ കാരണം കഴിഞ്ഞ തവണ പ്രതാപന് കിട്ടിയ 85,000 വോട്ട് മുരളീധരന് കുറഞ്ഞുപോയി. അങ്ങനെയാണോ? പ്രതാപൻ്റെ വോട്ട് മാത്രമാണോ കുറഞ്ഞത്? ഇടതുമുന്നണിയുടെ വോട്ട് കുറഞ്ഞു. ഇടതുമുന്നണി അപ്പോൾ പറഞ്ഞത് എന്താ? 2019 16,000 വോട്ട് കൂടി. 2021 വോട്ട് കുറഞ്ഞാൽ പറയുമ്പോൾ അത് വേറെ. അതെങ്ങനെ വേറെയാവുന്നത്? കാരണം 2019 തോറ്റപ്പോൾ അവർ നിലനിൽപ്പിന് വേണ്ടി പറയുന്ന ന്യായീകരണം 2021 ഞങ്ങൾ ജയിച്ചില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ 21 ജയിച്ച വോട്ട് 24 കുറയുമ്പോൾ അതും കണക്കാക്കേണ്ടതല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അണികൾക്ക് വിശ്വാസം വരില്ല. അതുകൊണ്ടാണ് അവരുടെ സൈബർ ഇടങ്ങളിലെ പോരാളി ഷാജിയും പോരാളിയും മറ്റേ ഏതൊക്കെ വിഭാഗങ്ങളാണെല്ലാം അവരെല്ലാം CPMനെതിരെ തിരിയുന്നത്. ഇതൊക്കെ പച്ചയായി നമ്മുടെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ കഴിഞ്ഞ 2 മാസം മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനകളും പ്രസംഗങ്ങളും നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. അദ്ദേഹം അസംബ്ലിയിൽ എന്താ പ്രസംഗിച്ചത്? മിനിങ്ങാന്ന് 2 ദിവസം മുമ്പ് നരേന്ദ്രമോദിക്കെതിരായി കോൺഗ്രസ് ജയിച്ചു വരണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചു. ഇതേ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ എന്താ? രാഹുൽ ഗാന്ധി വിരുദ്ധ പ്രസംഗമാണ്. അപ്പോൾ CPMന് എവിടെ നയം? ആരാണ് CPMൻ്റെ നയം രൂപീകരിക്കുന്നത്? പാർട്ടിയാണോ മുഖ്യമന്ത്രിയാണോ? അതാദ്യം അവർ തീരുമാനിക്കട്ടെ. ഇന്ന് ശ്രീ തോമസ് ഐസക് പറഞ്ഞു ജനവിരുദ്ധങ്ങൾ, ഭരണവിരുദ്ധം. എവിടെയായിരുന്നു തോമസ് ഐസക് ഇത് കോൺഗ്രസ് ഒക്കെ പറയുമ്പോൾ? ക്ഷേമ പെൻഷൻ 6 മാസം കൊടുക്കാൻ പറ്റിയില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അവരുടെ വിശകലനം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത് ക്ഷേമ പെൻഷനുകൾ കൊടുത്തു വരുന്നു എത്ര പേർക്ക്? ഇത്ര പേർക്ക്, എത്രയോ ലക്ഷക്കണക്കിന് പേർക്ക്. ഗോവിന്ദ മാഷ് എഴുതിയ ലേഖനത്തിൽ ക്ഷേമ പെൻഷൻ അല്പം വൈകിയത് കൊണ്ട് എന്നാക്കി മാറ്റി. ഇതൊക്കെയാണോ ഒരു പാർട്ടി ചെയ്യേണ്ടത്? പാർട്ടി കൃത്യമായിട്ടൊരു നയം ആദ്യം രൂപീകരിക്കണം. അതിന് ഈ പാർട്ടിക്ക് പറ്റാത്തത് പഴയ പോലെ പാർട്ടി സെക്രട്ടറിക്ക് അവിടെ ഒരു ബലവത്തായ തീരുമാനമെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാൻ ഇടയിലൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത് CPIയുടെ ഒരു നിലപാടാണ്. നേരത്തെ ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ പറഞ്ഞ പോലെ ഇതൊക്കെ ജില്ലാ കൗൺസിലുകളിലും ജില്ലാ സെക്രട്ടേറിയറ്റിലൊക്കെ ഉയരുന്ന വിഷയങ്ങളാണ്. സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ അത് സ്റ്റേണായിട്ട് പറയാൻ ഇപ്പോൾ ഐസക് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട ഒരു പോസ്റ്റാണ് ഇത്രയും തുറന്നു പറഞ്ഞ ഒരു വിഷയം. CPIയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമോ? ഒരു സംസ്ഥാന തലത്തിൽ ആ ഒരു തിരുത്തലുണ്ടാകണം, CPMൽ നിന്ന് അങ്ങനെ ഒരു തിരുത്തലുണ്ടാകണം. ധാർഷ്ട്യമാണെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് ഈ ഒരു തോൽവിക്ക് കാരണമായത് എന്നൊക്കെ CPI പറയാനുള്ളൊരു സാധ്യത ഉണ്ടാകുമോ ഒരു സംസ്ഥാന തലത്തിൽ? കരുതുന്നുണ്ടോ അങ്ങനെ? CPI ഒരിക്കലും പരസ്യമായി പറയാനുള്ള സാധ്യതയില്ല. അവർ പക്ഷേ ഇങ്ങനെയൊക്കെ അവരുടെ കമ്മിറ്റികളിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പത്രങ്ങളിൽ നമുക്കറിയാമല്ലോ, വാർത്താമാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്ന സ്വഭാവം. ഇവിടെ രാജ്യസഭാ സീറ്റ് അവർക്ക് കിട്ടിയില്ലേ? രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ പിന്നെ CPIക്ക് അതിലും വലുതുണ്ടോ? അവർ പിടിച്ചെടുത്തു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് രാജ്യസഭാ സീറ്റ് പിടിച്ചെടുത്തില്ല. ഇതിൻ്റെ അർത്ഥം എന്താണ് കാണിക്കുന്നത്? ഇതിൻ്റെ അർത്ഥം കാണിക്കുന്നത് CPM ക്ഷീണിച്ചു എന്നല്ലേ? അല്ലെങ്കിൽ നോക്കൂ അപർണ, ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 10 ലോക്സഭാ മണ്ഡലങ്ങൾ CPMന് ലഭിച്ചിരുന്നെങ്കിൽ ഈ 2 സീറ്റുകളുടെ കാര്യത്തിൽ CPIയുടെ സീറ്റുകൾ അവർക്ക് കിട്ടുമായിരിക്കാം. മാണി ഗ്രൂപ്പിന് സീറ്റ് കൊടുക്കുമായിരുന്നോ? ഇല്ല, കൊടുക്കുമായിരുന്നില്ല. കാരണം എന്താണ്? ഇവിടെ CPM പരാജയപ്പെട്ടെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പരാജയമല്ല. 18,000 വോട്ടിന് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ K. രാധാകൃഷ്ണൻ ആലത്തൂർ എന്ന അവരുടെ സംഘടിതമായ നിയോജക മണ്ഡലത്തിൽ കഷ്ടിപുഷ്ടിയാണ് ജയിച്ച 20,000 വോട്ടിന്. അപ്പുറത്ത് നോക്കൂ, ലക്ഷങ്ങളാണ്. പാലക്കാട് ജയിച്ച 75,000, മറ്റേ നമ്മളുടെ വടകരയിൽ 1,00,000-ലധികം. നമ്മുടെ ആറ്റിങ്ങലിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും BJP ശക്തമായ രാഷ്ട്രീയ പ്രകടനം കാഴ്ചവെച്ചിട്ടും അവിടെ കോൺഗ്രസ് ജയിച്ചു. തൃശ്ശൂരിൽ BJPയുടെ രാഷ്ട്രീയ പ്രകടനമല്ല നടന്നത്. BJPയുടെ രാഷ്ട്രീയ പ്രകടനം നടന്നത് ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തുമാണ്. തൃശ്ശൂരിൽ നടന്നത് സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ കാര്യത്തിലാണ്. അതൊരു BJPക്കാരൻ നിന്നാൽ ജയിക്കില്ല. ഇതിന് ഉദാഹരണം കൂടി ഞാൻ പറയാം. ഉദാഹരണമല്ല, ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇവിടെ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ 6 BJPക്കാണ് മുന്നിൽ, ഒരിടത്ത് UDFനുമാണ് ഗുരുവായൂരിൽ. ഈ 6 BJP മുന്നിലായതുകൊണ്ട് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ 6 BJP ഉണ്ടാകുമോ? ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ട് അതിൻ്റെ അനുരണനമാണ് സുരേഷ് ഗോപിയുടെ ഇന്നലത്തെയൊക്കെ പ്രസ്താവനകൾ.
ഇന്ദിരാഗാന്ധി രാഷ്ട്രമാതാവാണെന്നും കരുണാകരൻ കോൺഗ്രസ് പിതാവാണെന്നും ഇന്ദിരാഗാന്ധിയാണ് ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞതൊക്കെ അതിൻ്റെ ഭാഗമാണ്. കാരണം എന്താണ്, തനിക്ക് വോട്ട് ചെയ്തവരിൽ എല്ലാവരുമുണ്ട്. സുരേഷ് ഗോപിയുടെ ഈ നീക്കങ്ങളൊക്കെ കൊണ്ടാകാം ഒരു പക്ഷേ തൃശ്ശൂരിലെ ജയത്തിൻ്റെ ഒരു പ്രശംസ കൊടുത്തത് കെ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്കിലൂടെയാണ് അവർ. നിങ്ങൾ നോക്കൂ, BJP എന്ന് പറയുന്ന കക്ഷി കേരളത്തിൽ വളർന്നു എന്നുള്ളത് നമുക്ക് പരിഗണിക്കാം, കാരണം അവർക്ക് വോട്ട് കൂട്ടി. പക്ഷേ തൃശ്ശൂരിൽ BJP ആണ് ജയിച്ചതെന്ന് എന്തുകൊണ്ടാണ് CPM ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് CPM പറയുന്നില്ല. അപ്പോൾ CPM പറയുന്നത് എന്താണെന്ന് വെച്ചാൽ BJP ജയിച്ചതുകൊണ്ടല്ല, BJPക്ക് വോട്ട് കൂട്ടി തൃശ്ശൂരിൽ. എങ്ങനെ? അപ്പോൾ കോൺഗ്രസ് ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത്, കരുവന്നൂർ കേസും മാസപ്പടിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ BJPക്ക് തൃശ്ശൂരിൽ വോട്ട് കൂട്ടിയതിൻ്റെ കാരണം കോൺഗ്രസിൻ്റെ തലയിൽ വെക്കുക, എന്നിട്ട് BJP ശക്തി പ്രാപിച്ചെന്ന് വരിക. ഇത് കോൺഗ്രസിനെതിരെയുള്ള പോരാട്ടമായിട്ട് CPM ഇപ്പോഴും കാണുകയാണ്. അവിടെയാണ് മുഖ്യമന്ത്രി ദൈനംദിനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗോവിന്ദ് നമേഷ് എന്താ പറഞ്ഞേ? നല്ലതുപോലെ തോറ്റു. മുഖ്യമന്ത്രി പറഞ്ഞോ നല്ലതുപോലെ തോറ്റുന്ന്? CPI പറഞ്ഞോ നല്ലതുപോലെ തോറ്റുന്ന്? ബിനോയ് വിശ്വം പറഞ്ഞോ നല്ലതുപോലെ തോറ്റുന്ന്? അത് പറയാനെങ്കിൽ ആ CPIക്ക് കഴിയണം. തിരുത്തലാവണം CPI. രാജ്യസഭാ സീറ്റ് കിട്ടിയ സാഹചര്യം ഞാൻ തിരികെ എത്താം. ശ്രീ എൻ ശ്രീകുമാർ, രാജ്യസഭാ സീറ്റ് കിട്ടിയ ഒരു സാഹചര്യത്തിൽ കൂടി ഇനി CPI സംസ്ഥാന തലത്തിൽ പറയുമോ എന്ന് കണ്ടറിയണം. ശ്രീ ഡോക്ടർ ഫസൽ ഗഫൂർ, മുസ്ലിം വിരുദ്ധത, മലബാറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന മുസ്ലിം പ്രീണനം, നേരത്തെ ഷാഫി ചാലിയൊക്കെ പറഞ്ഞാൽ ചില വിഷയങ്ങളുണ്ട്. ഈ പ്രതിഷേധ സമരം നടത്തുമ്പോൾ കോഴിക്കോട് മലബാർ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രതിഷേധ സമരം നടത്തുക, ഒരു ധ്രുവീകരണം ലക്ഷ്യമിടുക, ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലും അതൊക്കെ എവിടെയും എത്താത്തൊരു സാഹചര്യം നിൽക്കുന്നു. പോരാളി ഷാജി അല്ല, അല്ലെങ്കിൽ അമ്പാടിമുക്ക് സഖാക്കൾ, അതിലേക്ക് അന്വേഷണം പോകുന്നില്ല. ഈ അന്വേഷണമൊക്കെ പോകാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, ഭരിക്കുന്ന പാർട്ടിയാണ്, അവരുടെ പോലീസാണ്, എന്താണ് ചെയ്യുന്നതൊക്കെ ചോദിക്കാൻ. ഇങ്ങനെ സംശയകരമായ സാഹചര്യത്തിൽ നിർത്തുന്ന കുറേ സംഭവങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇതിലൊന്നും വ്യക്തമായിട്ടുള്ള ഉത്തരമോ പ്രതികരണമോ ഒന്നും വരുന്നില്ല. അത് അംഗീകരിക്കേണ്ടതായി വരില്ലേ ആ ഒരു സാഹചര്യത്തെ? ഞാനത് രാഷ്ട്രീയ ചോദ്യമാണ്, നമ്മുടെ ഡിസ്കഷൻ്റെ മുകളിലോട്ടുള്ള കാര്യമാണ്. ഞാൻ തിരിച്ചു വരാം. നമ്മുടെ ഡിസ്കഷൻ മുസ്ലിം പ്രീണനത്തെ പറ്റിയാണ്, മറ്റേത് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. മുസ്ലിം പ്രീണനം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വളരെ വ്യക്തമായി നിങ്ങളുടെ ചാനലിൽ വെച്ച് പറയാം, ഞങ്ങൾ റെഡിയാണ്. ജാതി സെൻസസ് നടത്തട്ടെ, സോഷ്യോ എക്കണോമിക് സർവേ നടത്തട്ടെ, അതിനൊന്നും ഞങ്ങൾ ആരും വിരോധമല്ല. ഷാഫിയോ ചാലിയും വിരോധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, ഇതിന് മുമ്പ് നടന്നിട്ടുള്ള സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട്, രംഗനാഥ് മിശ്ര കമ്മീഷൻ റിപ്പോർട്ട്, പാലോളി കമ്മിറ്റി റിപ്പോർട്ട്, ഈ റിപ്പോർട്ടുകളിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയണം, ഒരു തരത്തിലുള്ള മുസ്ലിം പ്രീണനവും നടന്നിട്ടില്ല. പ്രത്യേകിച്ച് മുസ്ലിമൊക്കെ ഒന്നും വാരിക്കോരി ഇടതുപക്ഷവും കൊടുത്തിട്ടില്ല, വലതുപക്ഷവും കൊടുത്തിട്ടില്ല. അതിനത് എല്ലാവരും കൂടെ ഭരിച്ചിരുന്നതാണല്ലോ. അപ്പോൾ ആ നിലക്ക് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഞാൻ പറയാം. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് കുറച്ച് ഓവറായിപ്പോയി. എല്ലാ സ്ഥലത്തും CAA സമരവും നമ്മുടെ എന്താ പറയുക പാലസ്തീൻ സമരം നടത്തിയിട്ട് അത് വോട്ടായി മാറും എന്നുള്ളതിൽ ഒരു കാര്യം കൂടെ പറയാം. കേരളത്തിലെ ഒരു മതസംഘടനക്കും NSS, SNDP, സമസ്ത കേരള, സമസ്ത അല്ലെങ്കിൽ മുജാഹിദ്, ഇവർക്കൊന്നും ഒരു വോട്ടില്ലാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന വോട്ടാണ്. ഈ മീഡിയ എല്ലാം കൂടെ അവിടെ പോയിട്ട് പറയും അവിടെ ആര് ജയിക്കും, ആരിവിടെ തോക്കും, നിങ്ങളുടെ പിന്തുണ ആരൊക്കെയാണ്. ഇപ്പം തന്നെ മുസ്ലിം ലീഗ് കാണിച്ചു കൊടുത്തല്ലോ, മുസ്ലിം ലീഗിനാണ് വോട്ടെന്ന്. അല്ലെങ്കിൽ എങ്ങനെ സമദാനി 2.5 ലക്ഷം വോട്ടിനോടെ ജയിക്കുന്നു? ചരിത്രപരമായിട്ട് മുസ്ലിം ലീഗിനെ ഉള്ളിൽ കൂടെ തകർക്കാൻ സമസ്തയിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നു, മുസ്ലിം ലീഗ് അവിടെ ജയിക്കുന്നു എന്നുള്ളത് ഏറ്റവും നല്ല തെളിവാണ്. സമസ്തയെ പ്രീണിപ്പിക്കാൻ CPM ശ്രമിക്കുന്നു. ഡോക്ടർ ഫസൽ ഗഫൂർ, ആ സമസ്തയെ പ്രീണിപ്പിക്കാൻ ലീഗിനെ, ഡോക്ടർ ഫസൽ, സമസ്തയെ പ്രീണിപ്പിച്ച് ലീഗിനെ തകർക്കാൻ CPM ശ്രമിക്കുന്നു. അതാണല്ലോ ലീഗ് പറയുന്നത്. അതിന്റെ അകത്ത് കൂടെ അതും കൂടെ ചേർത്തങ്ങ് വായിച്ചു പോകണം. കറക്റ്റ്. ഞാൻ അതിലോട്ടാണ് വന്നിരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അനാവശ്യമായിട്ട് ഒരു സെക്കുലറായിട്ടുള്ള പാർട്ടി, മുസ്ലിം ലീഗിനെ നമുക്ക് കുറ്റം പറയാതിരിക്കാം, പക്ഷെ അത് സ്വത്വരാഷ്ട്രീയത്തിൽ അതീതമായിട്ടുള്ള ഒരു പാർട്ടിയാണ്. സുപ്രീം കോടതി തന്നെ അംഗീകരിച്ചു. DMK, തെലുഗുദേശം, മുസ്ലിം ലീഗ് തുടങ്ങിയ ഭാഷാപരമായിട്ടും മതപരമായിട്ടുള്ള സ്വത്വരാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന പാർട്ടികൾക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാമെന്ന്. അവർ പ്രവർത്തിക്കും, അവർ മതസംഘടനകളായിട്ട് ബന്ധപ്പെടും. പക്ഷെ ഒരു സെക്കുലർ പാർട്ടി, ഇപ്പോൾ CPIയുടെ, എനിക്ക് തോന്നുന്നു CPIക്കാരും അത് തന്നെ ആയിരിക്കും പരാതി പറയണ്ട, ഈ സെക്കുലറായിട്ടുള്ള പാർട്ടികൾ അനാവശ്യമായിട്ട് വോട്ടും തേടി വോട്ടില്ലാത്തവരെ ഒരു കൂട്ടം ആൾക്കാരെ പിടിച്ച് നവോത്ഥാന
ഇതിന്റെ ചെയർമാനാക്കുന്നു. അയാളുടെ കോമാളിത്തരങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഒരു വർഷത്തെ അയാൾ എന്താ പറയുന്നത്, ഇവിടെ ക്രിസ്ത്യാനികളാണ് മതം മാറ്റുന്നതെന്ന് പറയുന്നു. നെക്സ്റ്റ് ഡേ അയാൾ പറയണത് എന്താ, അതല്ല ലവ് ജിഹാദ് നടത്തുന്ന മുസ്ലിമുകളാണ്. അത് വേറെ ദിവസം ഇയാൾ പറയുന്നു ഇവിടെ മുസ്ലിം പ്രീണനം കാരണമാണ് തോറ്റുപോയെന്ന്. ഇജാതി ആൾക്കാരുടെ അടുത്തൊക്കെ നിങ്ങൾ ഈ മൈക്കായിട്ട് എന്തിനാ പോകുന്നത്? അവരവിടെ കുറച്ച് കോളേജും സ്കൂളും നടത്തിയിരുന്നോട്ടെ. ഇപ്പൊ ഞങ്ങളൊക്കെ അതിൽ പെട്ട് തന്നെയാണല്ലോ. ശ്രീ ഡോക്ടർ ഫസൽ ഖുർ, ഒരു കാര്യം കൂടെ, ഒരു പോയിന്റ് ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഒരു പോയിന്റ് വെള്ളാപ്പള്ളി പറഞ്ഞതിൽ ഒരു പോയിന്റ്, അത് ഈ ക്രൈസ്തവ വോട്ടുകളുമായി ബന്ധപ്പെട്ട്, ആ മേഖലകളുമായി ബന്ധപ്പെട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മറ്റ് മതസ്ഥരിൽ ക്രൈസ്തവ മതം അടക്കം ഉണ്ടായിട്ടുള്ള മാറ്റം, ഹിന്ദു സമുദായ അതിലുണ്ടായ മാറ്റം മുസ്ലിം ലീഗും മുസ്ലിം നേതാക്കളും തിരിച്ചറിയണം. അങ്ങനെ ഒരു ആവശ്യമൊക്കെയാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അതിലൊക്കെ ഈ കലർത്തി വിടുന്ന ആ ഒരു വല്ലാത്തൊരു ഒരു തീ ഉണ്ടല്ലോ, അത് എവിടെയൊക്കെയാണ് പിടിക്കാതെ പറയാൻ പറ്റില്ല. ആ ഒരു തരത്തിൽ കൂടെ വേണ്ടേ അതിനെ വ്യാഖ്യാനിക്കാൻ? അല്ല, ഒരു വിവരം കെട്ടോന്ന് എന്ത് വിവരക്കേടും പറയാമല്ലോ, നമ്മളതിൽപ്പെട്ടല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അത് വിട്ടേക്ക്. വെള്ളാപ്പള്ളി എന്താ അപർണക്കറിയാത്ത രാഷ്ട്രീയമാണോ? അത് അപർണക്കറിയാത്ത രാഷ്ട്രീയമാണോ? അതായത് തൃശ്ശൂർ കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ പോയി എന്നുള്ളതുകൊണ്ട് അതിനെന്താ അടുത്ത തവണ അവർ ചിലപ്പോൾ തിരിച്ചു വന്നിരിക്കും. ആ ഒരു സാഹചര്യങ്ങളിലാണ് മനുഷ്യർ ചിലപ്പോൾ വൈകാരികമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ. അല്ലെങ്കിൽ വേണ്ട സുരേഷ് ഗോപി, ഞാൻ ചോദിക്കട്ടെ, അതിന്റെ അർത്ഥം UDF എത്ര ക്രിസ്ത്യൻ MLA മാരും MP മാരും ജയിച്ചു? അവർ തോക്കോ ഇനിയും? ഈ ഏറ്റവും അധികം MP മാർ ഇപ്പോഴുള്ള ക്രിസ്ത്യൻ MP മാരുള്ളത് UDF ഡീൻ കുര്യാക്കോസ് തൊട്ട് താഴത്തോട്ട് ഞാൻ എണ്ണി, ബെന്നി തൊട്ടിട്ട് നമ്മുടെ നമ്മുടെ ഈഡന്റെ പുത്രനെ പെട്ടെന്ന് തന്നെ അല്ലേ, ഹൈബി ഈഡൻ അടക്കമുള്ള ആൾക്കാർ. അപ്പൊ അങ്ങനെയാണ് ക്രിസ്ത്യൻ സമുദായം മൊത്തമായിട്ട് അങ്ങോട്ട് BJP-യിലോട്ട് പോയി എന്ന് പറഞ്ഞാൽ എന്ത് ന്യായമുള്ള? വൻപിച്ച ഭൂരിപക്ഷത്തിനാണ് ഡീൻ കുര്യാക്കോസ് ജയിച്ചിട്ടുള്ളത്. മനസ്സിലായില്ല, വൻപിച്ച ഭൂരിപക്ഷത്തിന് ഹൈബി ഈഡൻ ജയിച്ചു. അപ്പൊ ഞാൻ വാദം കൊണ്ടുവരികയാണ് അങ്ങനെ ക്രിസ്ത്യാനിയൊന്നും പോയിട്ടില്ല എന്ന്. പക്ഷെ ഞാൻ വാദം കൊണ്ടുവരുന്നില്ല, എനിക്കറിയാം അവിടെ എന്താ നടന്നതെന്നുള്ളത്. അത് കാരണം ഈ തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സഭക്ക് കുറച്ച് ഇതുണ്ട്. അത്ര ഈ ആൻഡ്രൂസ് താഴത്ത് പറയണമാതിരിയൊന്നുമല്ല അത് സംഭവം. അത് വേറെ രീതിയിലാണ് അവിടെ വന്നിട്ടുള്ളത്. അതിപ്പോ ഒരു നമ്മൾ പറയാലോ, ഒരു അഭിപ്രായ വ്യത്യാസം, ഒരു രണ്ട് സമുദായങ്ങൾ തമ്മിൽ എല്ലാ സമുദായമല്ല, റോമൻ കാത്തലിക് ചർച്ചും, അത് ചർച്ചിന്റെ ഉള്ളിൽ തന്നെ അല്ലേ അലഞ്ചേരിക്കെതിരായിട്ടുള്ള നീക്കം. ചർച്ചിന്റെ ഉള്ളിൽ തന്നെ തർക്കം നടക്കണല്ലേ, മുന്നോട്ട് നോക്കണോ പുറകോട്ട് നോക്കണോ എന്ന് പറഞ്ഞിട്ട് ആരാധന നടത്തുമ്പോൾ. മനസ്സിലായി? അപ്പൊ അത്തരത്തിൽ ഉള്ളൂ. അല്ലാതെ ഇതിനൊരു എന്താ പറയാ, വെള്ളാപ്പള്ളി വിചാരിക്കണം. ഇതേ വെള്ളാപ്പള്ളി എന്താ പറഞ്ഞത്, നമ്മൾ ഭയന്നിരിക്കേണ്ടത് മുസ്ലിമുകളല്ല ക്രിസ്ത്യാനികളാണ്. അവരാണ് ഇന്ത്യയിൽ മുഴുവൻ മതപരിവർത്തനം നടത്തിയിട്ട് 3 or 4 സംസ്ഥാനം ഇപ്പൊ ക്രിസ്ത്യനാക്കി മാറ്റി. ഡോക്ടർ ഫസൽ, ചില വിഷയങ്ങൾ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെടുത്ത നിലപാടുകൾ, ഇപ്പൊ മണിപ്പൂർ വിഷയമടക്കം ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണെന്നുള്ള അടക്കം പ്രസ്താവനകളുണ്ട്. അതായത് BJP-ക്ക് ഒപ്പം നിൽക്കുന്ന ചില പ്രസ്താവനകൾ, BJP നേതാക്കന്മാർക്കൊപ്പം നിൽക്കുന്ന ചില പ്രസ്താവനകൾ ക്രൈസ്തവ വിഭാഗങ്ങളുടേതായിട്ട് പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ കൂടെ കണക്കിലെടുത്തിട്ടായിരിക്കും വെള്ളാപ്പള്ളി കണക്കുകളൊക്കെ നിരത്തിയിട്ടുണ്ടാവുക. അല്ല അപർണ, ഇതേ വിഭാഗങ്ങൾ മറിച്ചാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പോ മാറ്റി പറയാനുള്ള കാരണം എന്നുവെച്ചാൽ ഇപ്പൊ മുഖ്യമന്ത്രിയായിട്ട് ഒരു ഏറ്റുമുട്ടൽ നടന്നല്ലോ, കുര്യലോസും മുഖ്യമന്ത്രിയും കൂടെ തമ്മിൽ. മുഖ്യമന്ത്രിയെ കുര്യലോസ് ഒരു അവലോകനം നടത്തി, അതിന് വിവരം കിട്ടവരുണ്ട് അച്ഛന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഇദ്ദേഹം പറഞ്ഞു. ഉടനെ തന്നെ അച്ഛന്മാരെ തിരിച്ചെന്താക്കി, അവർ തിരിച്ച് ഒരു പ്ലേറ്റ് അങ്ങോട്ടും മറിച്ചു കൊടുത്തു. പക്ഷേ ഞാൻ പറയട്ടെ, കേരളത്തിലെ ക്രൈസ്തവ സഭകളെ പൊറുക്കൂല നാഗാലാൻഡിലും മിസോറാമിലും മേഘാലയയിലും ഒക്കെ ഉള്ളവർ. അതുകൊണ്ടാണല്ലോ അവർ BJP-ക്കെതിരായിട്ട് വോട്ട് ചെയ്തത്. കോൺഗ്രസിനല്ല അവർ വോട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ മണിപ്പൂരിലൊക്കെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മിസോറാമിൽ അതിന്റെ അർത്ഥം എന്താ? നാഗാലാൻഡിൽ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ ഇവര് മാത്രമല്ല, ഇവര് സഭകൾ വ്യത്യസ്തമാണ്. മനസ്സിലായില്ലേ? അവിടെയുള്ള സഭകൾ കൂടുതൽ എവാഞ്ചലിക്കലായിട്ടുള്ള സഭകളാണ്. ഇവിടെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് റോമൻ കാത്തലിക്കും അല്ലെങ്കിൽ ലത്തീൻ കത്തോലിക്കും സഭകളാണ്. അപ്പോ അന്നലക്ക് അതിന്റെ അന്തർലീനമായിട്ടുള്ള ചില പൊളിറ്റിക്സ് ഉണ്ടാവും. മാത്രമല്ല വേറെ കാര്യമുണ്ട്, ഇനിയിപ്പോ ഏതായാലും വീണ്ടും മോഡി ജയിച്ചു വന്നു. ഇനിയിപ്പോൾ വെറുതെ അദ്ദേഹത്തെ വെറുപ്പിക്കേണ്ട, ഇവർക്ക് ഒരുപാട് ഇടപാടുകളുള്ളതാണല്ലോ, പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളുള്ളതുകൊണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞത് മാത്രം വെച്ചിട്ടൊന്നും നമുക്ക് എടുക്കാൻ വേണ്ട. പക്ഷെ ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, ക്രൈസ്തവർ ഭൂരിപക്ഷമുള്ള എറണാകുളം ജില്ല, മനസ്സിലല്ലേ, ഇടുക്കി, മനസ്സിലായോ, ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ വോട്ട് UDF-നാണല്ലോ പോയത്. ആ UDF-ന്റെ ഭൂരിപക്ഷം കൂടിയല്ലോ. അപ്പോൾ എങ്ങനെ നമ്മൾ പറയും അത് BJP-ക്കാണെന്ന് പറയാൻ പറ്റുന്നതാ? അതേസമയം മറ്റത് ഞാൻ അംഗീകരിക്കാം, ഈഴവ സമുദായത്തിന് കുറച്ച് ഭൂരിപക്ഷമുള്ള ആറ്റിങ്ങൽ, ആലപ്പുഴ,
തുടങ്ങിയ തൃശ്ശൂർ നാട്ടിക അവിടെ അത് മറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. ഓക്കെ റൈറ്റ്. എൻ ശ്രീകുമാർ, ആ ഒറ്റ കാര്യം ഞാനൊന്ന് മറ്റു ഷാഫി ചലത്തിൽ വരുന്നതിന് മുമ്പ് എൻ ശ്രീകുമാർ, UDF ക്രൈസ്തവ മേഖലകളിൽ മുന്നേറ്റമുണ്ടാക്കി അങ്ങനെ ഒരു കണക്ക് ഫസൽ ഗഫൂർ പറയുന്നു. അതായത് ആ സ്ഥിരം സീറ്റുകൾ തന്നെ അവർ തുടർന്നു കൊണ്ടുപോയി, അത് വലിയ ഭൂരിപക്ഷത്തിൽ, കഴിഞ്ഞ തവണത്തെക്കാളും വലിയ ഭൂരിപക്ഷത്തിൽ. അപ്പോഴും ഈ ക്രൈസ്തവർ വോട്ട് ചെയ്തത് BJPക്കാണ്. ഈ മുസ്ലിം പ്രീണനം കൊണ്ട് ക്രൈസ്തവരെല്ലാവരും അകന്നുപോയി, UDF നിന്നും അകന്നുപോയി, LDF നിന്നും അകന്നുപോയി, അങ്ങനെ BJPയിലേക്ക് പോയെന്നും കൂടെ ഒന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു പോയിട്ടുണ്ട്. മണ്ടത്തരമാണ് എൻ്റെ അപർണ. നമ്മൾ രാഷ്ട്രീയ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? അതായത് ക്രൈസ്തവർ ഇപ്പോൾ 2019 UDF 19 സീറ്റിൽ ലോക്സഭയിലേക്ക് ജയിച്ചോ പറഞ്ഞു ന്യൂനപക്ഷങ്ങൾ UDFനൊപ്പം പോയി എന്ന് പറഞ്ഞു. 2021 പിണറായി വിജയൻ ചില പ്രത്യേക സാഹചര്യത്തിൽ ജയിച്ചപ്പോൾ പറഞ്ഞു ന്യൂനപക്ഷം LDFയിലേക്ക് പോയി എന്ന് പറഞ്ഞു. ഇത് ആരിതൊക്കെ തീരുമാനിക്കുന്നത്? നിങ്ങൾ ക്രൈസ്തവർ വോട്ട് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തൃശ്ശൂരിലത്തെ കാര്യം പ്രത്യേകം പഠിക്കണം. കാരണം ക്രൈസ്തവർ UDF വിട്ടു പോയി എന്നൊക്കെ പറഞ്ഞാൽ അത് അർത്ഥമില്ലാത്തതാണ്. കാരണം തൃശ്ശൂരിലെ തോൽവി, ഞാൻ തൃശ്ശൂർക്കാരനെ, എനിക്കറിയാം എങ്ങനെ ഇവിടെ സുരേഷ് ഗോപി ജയിച്ചതെന്ന്. ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗങ്ങളിലും അതുപോലെ ഇവിടെ ചില സംവിധാനങ്ങളുണ്ടായിരുന്നു സുരേഷ് ഗോപിക്ക്, BJPക്കെന്ന് ഞാൻ പറയില്ല, സുരേഷ് ഗോപിക്ക്. അത് നിങ്ങൾ അത് കാണാതെ, അദ്ദേഹം എന്ന സൂപ്പർ സ്റ്റാറിനെ കാണാതെ സുരേഷ് ഗോപിക്ക് ലഭിച്ച ഒരു പൊതു സ്വീകാര്യത ഉണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ പറയാം BJPയെ സൂചിപ്പിക്കാൻ പറയാമെന്ന് അല്ല. നമ്മൾ അടിസ്ഥാനപരമായിട്ടൊരു പത്രപ്രവർത്തകനായതുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞേ പറ്റൂ. അതുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞില്ലേ, ക്രൈസ്തവരുടെ ഭൂരിപക്ഷ സ്ഥലങ്ങളിൽ ആരാണ് ജയിച്ചത്? UDF അല്ലേ. ഇവിടെ LDFയിലാണെങ്കിലും UDFയിലാണെങ്കിലും രാഷ്ട്രീയമുള്ള ക്രൈസ്തവർ ആ നിലയിൽ നിന്ന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പക്ഷേ അവരുടെ കുടുംബങ്ങളിൽ, UDF കുടുംബത്തിൽ കഴിഞ്ഞ തവണ 10 വോട്ട് ഒരു കുടുംബത്തിൽ നിന്ന് UDFന് ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് 6 വോട്ടായി. LDFൻ്റെ 10 വോട്ട് കുടുംബത്തിൽ നിന്നും LDFന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ അത് 6 വോട്ടായി. അതിൻ്റെ കാരണം സുരേഷ് ഗോപി എന്ന വ്യക്തിയാണ്, എന്ന നടനാണ്, എന്ന സൂപ്പർ സ്റ്റാറാണ്. അതിന് നമ്മളെ വേറെ അർത്ഥം കാണേണ്ട കാര്യമില്ല. ഇവിടെ BJPക്കാരുടെ വോട്ട് എത്രയാണ് തൃശ്ശൂർ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടുന്ന വോട്ട് എത്രയാണ്? അവരുടെ സംസ്ഥാന പ്രസിഡന്റ് വയനാട്ടിൽ മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ട് എത്രയാണ്? തിരുവനന്തപുരത്തും നെയ്യാറ്റിൻകരയിലും 2 മന്ത്രിമാർ മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ട് എന്താണ്? അപ്പോൾ അവിടുത്തെ ക്രൈസ്തവരെന്ത് ചെയ്തു? തിരുവനന്തപുരത്തെ നാടാർ ക്രിസ്ത്യൻസ് എന്ത് ചെയ്തു? നമ്മൾ ചുമ്മാ വെറുതെ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തു, മുസ്ലിം പ്രീണനം എന്നായി പറയണത്. ഇവിടെ UDF ആണെങ്കിലും LDF ആണെങ്കിലും അവർ കൃത്യമായിട്ട് അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നേതാക്കളുടെ പ്രസംഗത്തിൽ വരുന്ന വ്യതിയാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പഴയ കാലത്തൊക്കെ പ്രീണനം ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ആ പ്രീണനത്തെക്കുറിച്ച് AK ആന്റണി പറഞ്ഞ നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മയില്ലേ? ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തി ഭൂരിപക്ഷത്തെ പ്രകോപിപ്പിക്കുന്നു എന്ന രീതിയിൽ ആന്റണി ഒരു പ്രസ്താവന എടുത്തപ്പോൾ അതേ എത്ര പഴികെട്ടി നാട്ടിൽ. സത്യാവസ്ഥ എല്ലാവർക്കും അറിയില്ലേ? കാരണം ഇന്നിപ്പോൾ ക്രൈസ്തവരെ BJPക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ക്രൈസ്തവ മതമേലധ്യക്ഷനും അത് നിഷേധിക്കില്ല. എന്തിനു നിഷേധിക്കണം? ഭരിക്കുന്നത് BJPക്ക് പഴയ കരുത്തില്ലെങ്കിലും ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണല്ലോ. അപ്പോൾ BJPയുടെ ക്രൈസ്തവരുടെ വോട്ട് കൊണ്ടാണ് തൃശ്ശൂരിൽ താമര വിരിഞ്ഞത് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വോട്ടല്ല എന്ന് ഏതെങ്കിലും വിവരമുള്ള ക്രൈസ്തവ മേധാവി പറയുമോ? ഇല്ല. ഓർത്തഡോക്സ് സഭ വിഭാഗം പറഞ്ഞത് മണിപ്പൂരിൽ ഓർത്തഡോക്സ് സഭയല്ലല്ലോ ഉള്ളത്, മണിപ്പൂരിൽ ജയിച്ചതാരാണ്? പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഒരു മതമേലധ്യക്ഷന്മാരൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർ കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്തണം. രാഷ്ട്രീയത്തിൽ സാഹചര്യം നോക്കി അഭിപ്രായങ്ങൾ പറയരുത്. ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞവർക്കൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് NSS ഞാൻ പറഞ്ഞത് സമദൂര സിദ്ധാന്തം എന്ന് പറഞ്ഞത്. കാരണം ജനങ്ങൾ NSS പറയുന്ന പോലെ കേൾക്കില്ല, SNDP പറയുന്ന പോലെ കേൾക്കില്ല, ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പറയുന്നത് പോലും പൂർണ്ണമായും കേൾക്കില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം പാമ്പ്ളാനി അച്ഛൻ പറഞ്ഞപ്പോൾ, ബിഷപ്പ് പറഞ്ഞപ്പോൾ വേറെ എത്രയോ ക്രൈസ്തവരെ എതിർത്തു. തൃശ്ശൂരിലെ മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ നിലപാട് കോൺഗ്രസ്സുകാർക്കറിയാം, അതുപോലെ മാർ റാഫേൽ തട്ടിലിന്റെ നിലപാട് തീർച്ചയായും മതമേലധ്യക്ഷന്മാര് സമുദായ സംഘടനാ നേതാക്കളൊക്കെ പറയുമ്പോൾ വാക്ക് സൂക്ഷിക്കണം. ഓക്കെ എൻ ശ്രീകുമാർ, ഞാൻ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, വെള്ളാപ്പള്ളി പറയുന്നതിനെ UDFനും തള്ളാം, LDFനും തള്ളാം, അപ്പോഴും CPI എന്ന് പറയുന്ന രണ്ടാമത്തെ ഘടകകക്ഷി നേരത്തെ എൻ ശ്രീകുമാർ ചോദിച്ച പോലെ കോൺഗ്രസ് ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ നവകേരള സദസ് യാത്രയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചപ്പോഴൊക്കെ എന്ത് ചെയ്യുകയായിരുന്നു? CPI മിണ്ടിയോ എന്ന് ചോദിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തോറ്റു, വലിയ പരാജയമുണ്ടായപ്പോൾ അപ്പോഴും രാജ്യസഭാ സീറ്റടക്കം കയ്യിൽ പിടിച്ചുകൊണ്ട്
CPI പറയുകയാണ്. CPI ഇത് ഉറക്കെ പറയുമോ? ഇത് ഉറക്കെ ഒരു തിരുത്തൽ ഉണ്ടാകുമോ? അങ്ങനെ ഒരു തിരുത്തലിന് സംസ്ഥാന തലത്തിൽ കൃത്യമായ രീതിയിൽ നിന്ന് അങ്ങനെ ഒരു അഭിപ്രായം പറയാനുള്ള നട്ടലുണ്ടാകുമോ CPIക്ക്? അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ. ഞാൻ അതിലേക്ക് വരികയാണ്. 15-ാം നൂറ്റാണ്ടിൽ പോപ്പ് ഓഫ് റോം അമിതമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഭരണത്തിൽ ഇടപെടുമായിരുന്നു. അന്നാണ് ഡോക്ട്രിൻ ഓഫ് വാൾ ഓഫ് സെപ്പറേഷൻ വന്നത്. മതത്തിന്റെ വഴിക്ക് പോകണം, ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല. ഇവിടെ നമ്മൾ വെള്ളാപ്പള്ളിയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഹിന്ദു മതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സമുദായമാണ് SNDP NSS. അവര് തമ്മിലടുപ്പിച്ചതിന്റെ പ്രധാനപ്പെട്ടയാണ് വെള്ളാപ്പള്ളിയാണ്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. പിന്നെ CPI ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ ഘടകകക്ഷിയാണ്. ഒരു ഇടതുപക്ഷ മുന്നണിയാകുമ്പോൾ UDF പോലെയല്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ചില പരിമിതികളുണ്ട്. ആ പരിമിതിക്കും മുന്നിൽ നിന്നുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ. നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ അംഗീകരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായ ഒരു തിരുത്തൽ ആവശ്യമാണ്. ശ്രീ ഷാഫി ചാലെ പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്നതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ചില പ്രകോപനപരമായ ചില നീക്കങ്ങൾ സുരേഷ് ഗോപിക്ക് കൂടുതൽ അടിത്തറ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ TN പ്രതാപന് സീറ്റ് നിഷേധിച്ചപ്പോൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം, അതാണ് തൃശ്ശൂർ DCC ഓഫീസ് നമ്മൾ കണ്ടത്, അതും അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വന്നു. അപ്പോൾ എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് വന്നപ്പോൾ UDF-ൽ നിന്നും LDF-ൽ നിന്നും ചില സമുദായ സംഘടനകളിൽ നിന്നും വോട്ടുകൾ പോയി അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മുസ്ലിം സമുദായത്തിൽ നിന്ന് വോട്ട് ലഭിച്ചിട്ടുണ്ടാകാം. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം. അല്ല, ഇത് താങ്കളായതുകൊണ്ടാണ് പറയുന്നത് അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ. അത് CPI പറയുന്നതാണ്, താങ്കൾ പറയുന്നതാണ്. CPM അത് സമ്മതിക്കില്ല. തൃശ്ശൂരിൽ CPM അങ്ങനെ സമ്മതിച്ചിട്ടുമില്ല. ഞങ്ങൾ അതിനകത്ത് ശക്തമായിട്ട് ഞങ്ങളുടെ ഘടകങ്ങളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശക്തമായ ഒരു തിരുത്തൽ ആവശ്യമാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഇടതുപക്ഷ മുന്നണിക്ക് ശക്തമായ ദോഷമുണ്ടാകും. അത് പ്രധാനമായിട്ട് തിരുത്തേണ്ട പാർട്ടി CPM തന്നെയാണ്. അത് തന്നെയാണ് ശ്രീ തോമസ് ഐസക് പറഞ്ഞത്. ആ രീതിയിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കാര്യം ഇപ്പൊ ഇടതുപക്ഷത്തിന് പണ്ടും 20 സീറ്റ് ഞങ്ങൾക്ക് ലോക്സഭയിൽ നഷ്ടപ്പെട്ട അവസരം ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ തിരുത്തി ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. പൊതുവെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് എപ്പോഴും പരാജയമാണ്, വളരെ 1-2 തെരഞ്ഞെടുപ്പുകൾ ഒഴിച്ച്. തീർച്ചയായിട്ടും അത് പരിഹരിച്ച് തിരുത്തി നേതൃത്വത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയല്ല, ആരുടെ ഭാഗത്തായാലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും. ആ തെറ്റ് ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. CPI തീർച്ചയായിട്ടും ശക്തമായ നിലപാടുമായിട്ട് വരുമെന്നാണ്. CPI മാത്രമല്ല, ചെറുതാണെങ്കിൽ പോലും മറ്റു ഘടകകക്ഷികൾ ശക്തമായ ഒരു തിരുത്തൽ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷ മുന്നണി കൂടുതൽ ശക്തിയായിട്ട് പോകും. ഇപ്പൊ അല്പം വോട്ട് കുറഞ്ഞെന്ന് വിചാരിച്ച് ഈ മുന്നണി തകർന്നു പോകത്തൊന്നുമില്ല. വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വരും. അതിന് യാതൊരു തർക്കവുമില്ല. ഷാഫി ചാലിയം, വെള്ളാപ്പള്ളി പറയുന്ന ഒരു കാര്യം, അത് മുസ്ലിം ലീഗിനോട് കൂടിയാണ് പറയുന്നത്. നീ നേരത്തെ പറഞ്ഞ പോലെ ക്രൈസ്തവ വോട്ടുകളുടെ വിഷയം, ഈ ലീഗ് ആ വിഷയത്തെക്കുറിച്ചൊന്നും ഇടുന്നില്ല. ക്രൈസ്തവ വോട്ടുകൾ മറുവശത്തേക്ക് പോയി. മറ്റ് മതസ്ഥരിലുണ്ടാകുന്ന മനം മാറ്റം മുസ്ലിം ലീഗ് അടക്കം തിരിച്ചറിയണമെന്നുള്ളൊരു കൊട്ടുകൂടി വെള്ളാപ്പള്ളി നടച്ചൻ ഇതിന്റെ ഇടയിലൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്, കേട്ടിരുന്നു. അതായത് ഇതില് പ്രധാനമായും 2 കൂട്ടർ അവരുടെ അക്ഷന്തവ്യമായ എന്താ പറയാ പ്രതികരണമില്ലായ്മ, അതാണ് ഇതിന്റെ ഒരു മൂലകാരണം. ഈ വെള്ളാപ്പള്ളി ഇത്തരത്തിൽ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആർജവത്തോടു കൂടി എവിടെയാണ് പ്രീണനം എന്ന് ചോദിക്കാൻ മാധ്യമ പ്രവർത്തകർ തയ്യാറാകണം. അത് മാധ്യമ പ്രവർത്തകർ അത് തയ്യാറാകുന്നില്ല. നിങ്ങളൊക്കെ ഈ ചാനൽ ചർച്ചയിൽ ഞങ്ങളോട് ചാടിക്കളിക്കുന്ന പോലെ ഇയാളൊക്കെ മൈക്കെടുത്തിട്ട് എന്താണ് പത്രസമ്മേളനം നടത്തി പ്രീണനം എന്ന് പറഞ്ഞാൽ ചോദിക്കണം, വിടരുത്, എവിടെയാണ് പ്രീണനം, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയണം. പിന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ സർക്കാർ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് യഥാസമയം അപ്ഡേറ്റ് ചെയ്യണം. അത് ചെയ്യാൻ ഡിലേ ആകുന്നു, മിണ്ടാതിരിക്കുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് കാരണം. ഇപ്പോഴും ഇവിടെ ഫസൽ ഗഫൂർ പറഞ്ഞല്ലോ, ജാതി സെൻസസ് നടത്താൻ ഇവർ തയ്യാറുണ്ടോ? അറിയല്ലോ ഏതെല്ലാം വിഭാഗങ്ങൾ എവിടെയൊക്കെ ഇരിക്കുന്നു. നിങ്ങൾ ബാക്ക്ലോഗ് ഒന്നും നേത്തണ്ട, അതിന്റെ യാഥാർത്ഥ്യം പറയല്ലോ. ഇതാ സർക്കാർ ജീവനക്കാരിൽ ഇത്രയേ ഉള്ളത്, ഇത് ഇത്രയുണ്ട്, ഇവർ ഇത്രയാണ് എന്ന് പറയല്ലോ. എന്താ അവിടെ കിട്ടിയതൊക്കെ പോയില്ലേ? ഇന്ത്യ രാജ്യത്ത് സച്ചാർ കമ്മീഷന്റെ ആനുകൂല്യം നിഷേധിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ്, ഒരേ ഒരു സ്റ്റേറ്റ് കേരളമാണ്. പറഞ്ഞ അത് നിങ്ങൾ പഠിക്കണം. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു ആനുകൂല്യം, സ്വാതന്ത്ര്യത്തിന് ശേഷം മുസ്ലിങ്ങൾക്ക് കിട്ടിയ ഏക ആനുകൂല്യമായിരുന്നു സച്ചാർ കമ്മീഷൻ പദ്ധതി. ഇന്ത്യയിൽ BJP ഭരിക്കുന്ന സ്റ്റേറ്റുകൾ പോലും സച്ചാർ പദ്ധതി അതാത് സ്റ്റേറ്റിലെ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ അവർക്ക് വിസമ്മതമുണ്ടായില്ല. ഈ കേരളം എന്താ ചെയ്തത്? ആ സച്ചാർ കമ്മീഷൻ ഇവിടെ നടപ്പാക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കാൻ തന്നെ വേറൊരു കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റി കൊടുത്ത ശുപാർശകൾ പ്രകാരമുള്ള ഒരു കാര്യങ്ങളും നടപ്പാക്കിയില്ല. അവസാനം അത് സമുദായങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ ആ മുസ്ലിങ്ങൾക്ക് മാത്രമായി ബജറ്റ് ശീർഷകത്തോടെ അനുവദിക്കപ്പെട്ട
ആ പദ്ധതിയിൽ നിന്നും പോകുന്ന പോക്കിൽ അച്യുതാനന്ദൻ ഗവൺമെന്റ് 20% ലത്തീൻ കത്തോലിക്കർക്കും അർഭസ ക്രിസ്ത്യാനികൾക്കും മാറ്റിവെച്ചു. ആലോചിക്കണം നിങ്ങൾ, പട്ടികജാതിക്കാർക്ക് പിന്നെ വരുന്ന അവകാശം മുന്നോക്ക ജാതിക്ക് മാറ്റിവെച്ചാൽ എന്തായിരിക്കും? ലത്തീൻ കത്തോലിക്കർക്ക് വരുന്ന സഹായം എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുത്താൽ എന്താ സംഭവിക്കുക? ഇവിടെ അത് സംഭവിച്ചു. കാരണം അതോടുകൂടി എന്തെല്ലാം വിഷയങ്ങളിലേക്ക് പോയി. അവസാനം സച്ചാർ കമ്മീഷൻ നിർത്തിവെക്കാൻ ഉത്തരവിട്ടു. ആര്? പിന്നെ കോടതി. അതിനെതിരെ അപ്പീൽ പോലും ഈ സർക്കാർ പോയില്ല. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഭിന്നശേഷി സംവരണം, ഈ ഭിന്നശേഷി സംവരണത്തിന്റെ നഷ്ടം സംഭവിച്ചത് മുസ്ലിങ്ങൾക്കാണ്. ഒരു 30,000 പേരെ നമ്മുടെ PSC നിയമിക്കുമ്പോൾ ഒരു 3000-ഓളം പേർക്കാണ് മുസ്ലിങ്ങൾക്ക് വരാൻ കഴിയുക. എന്നാൽ ഈ ഭിന്നശേഷി സംവരണത്തിലെ ഈ 2 അമെന്റ്മെന്റ്സ് വന്ന ഈ ഓർഡർ ഇറങ്ങിയോടുകൂടി 700-ഓളം ഉദ്യോഗങ്ങളാണ് മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. ഇവരെന്ത് പ്രീണനാ തരുന്നത്? ഇവരുള്ളത് മുഴുവൻ മാന്തിപ്പറിച്ച് കൊണ്ടുപോവാണ്. ഒരു സമൂഹം എത്രയോ കാലമായി അവകാശ പോരാട്ടത്തിലൂടെ നേടിയെടുത്തത് ഓരോന്ന് എടുക്കുക, എന്നിട്ട് ഇപ്പുറത്തുനിന്ന് പ്രീണനം. ഇത് കേട്ട ആർക്കെ ദേഷ്യം പിടിക്കാതിരിക്കുക? എന്തെങ്കിലും ഇവിടെ അനധികൃതമായി ഒന്നും വേണ്ട. ഇവിടെ അവശ സമുദായങ്ങൾ, ഈഴവന്മാരിൽ പട്ടിണിക്കാരുണ്ടോ? എന്ത് കൊടുത്തോ? ഒരു സമുദായത്തിന് വേണ്ടി എന്ത് കൊടുക്കണേലും ഞങ്ങൾ എതിരല്ല. നിങ്ങളെ സമുദായത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കും, എത്രയാണെങ്കിലും നിങ്ങൾ കൊടുക്കും. പക്ഷെ മറ്റു സമുദായത്തിന് കൊടുക്കുന്നേ എന്ന് ഇല്ലാത്ത കളവ് വിളിച്ചു പറഞ്ഞാൽ റൈറ്റ്. ഏതായാലും നമ്മൾ പ്രേക്ഷകരോടും ചോദിച്ചു, ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തിയത് മുസ്ലിം പ്രീണനമാണോ എന്ന് ചോദിക്കുമ്പോൾ 70% അതെ എന്നുള്ളത് അഭിപ്രായം രേഖപ്പെടുത്തുന്നു. 25% അല്ല എന്ന് നിഷ്പക്ഷം 5%. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, മുസ്ലിം പ്രീണനം എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ആധികാരികമാണെങ്കിൽ കണക്ക് നിരത്തി ആ ആരോപണം പറയുന്നവർ ആവർത്തിച്ചു പറയട്ടെ എന്നേ പറയാനുള്ളൂ. അപ്പോഴും എന്തുകൊണ്ട് പിന്നാക്ക വിഭാഗങ്ങളടക്കം ആ പാർട്ടിയിൽ നിന്ന് അകന്നു മാറി എന്ന് പാർട്ടിക്കകത്ത് തന്നെ ഉയരുന്ന വിമർശനങ്ങളുണ്ട്. ഇതൊക്കെ ഏത് തരത്തിലാണ് ചർച്ചയാവുക? ഇതിന്റെ കാരണം ഇടതുപക്ഷം എങ്ങനെ ചർച്ച ചെയ്യും? അതിൽ എന്ത് തിരുത്തലുണ്ടാകും എന്നൊക്കെ തന്നെയാണ് ഇനിയുള്ള മണിക്കൂറുകൾ ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഷാഫി ചാലിയം, ഡോക്ടർ ഫസൽ ഗഫൂർ, ഒപ്പം N. ശ്രീകുമാർ പ്രൈം ഡിബേറ്റിൽ ഭാഗമായതിന്. പൂർണ്ണമാകിയാണ് പ്രൈം ഡിബേറ്റ്. നമസ്കാരം.